വെൽക്കം ടു ക്രോസ് ടു ഗ്രൗണ്ട് യൂട്യൂബ് ചാനൽ. ക്രൈസ്റ്റ് ആൻഡ് ബ്രദേഴ്സ് ഇൻ്റർനാഷണൽ മിനിസ്ട്രി അവതരിപ്പിക്കുന്ന വെളിപ്പാട് പുസ്തക പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവസാന നാളുകളിലെ പ്രവചന പൂർത്തീകരണത്തെ എല്ലാവരിലും എത്തിക്കാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബ ബന്ധുക്കൾക്കും ഇത് പങ്കുവയ്ക്കുന്നത് വളരെ പ്രയോജനം ചെയ്യും. നാം ഈ സംസാരിക്കുന്ന എല്ലാ വിഷയങ്ങളും, പ്രത്യേകാൽ ഭാവി കാലത്തെ പറ്റിയുള്ള സംസാരങ്ങളിൽ, ദൈവവചന പഠനങ്ങളിൽ ദൈവമക്കളെ ഉദ്ദേശിച്ച് മാത്രമുള്ളതാണിത്. യേശു ക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്ന, ബൈബിളിനെ അടിസ്ഥാനപരമായി ബുക്കായി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. മറ്റുള്ളവർക്ക് ഇതിൽ അഭിപ്രായങ്ങളുണ്ടാവാം, എന്നാൽ അവരെ സംബന്ധിച്ചിട്ടുള്ളതല്ല എന്നൊരു മുന്നറിയിപ്പ് ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം 10ഉം 11ഉം അധ്യായങ്ങളെപ്പറ്റി പഠിക്കുവാൻ പോകുന്നു. 9ാം അധ്യായത്തിൽ 2 കാഹളങ്ങളെപ്പറ്റി നമ്മൾ കണ്ടു. അതിനുശേഷം അവസാനത്തെ കാഹളമായ 7ാം കാഹളം ഊതുവാനിരിക്കുന്ന സമയത്ത് പ്രവാചകന്മാരാൽ അറിയിക്കപ്പെട്ട സർവ്വകാര്യങ്ങളും പൂർത്തിയാകുമെന്ന ഒരു മുഖവരിയോടെ 10ാം അധ്യായം ആരംഭിക്കുന്നു. 10ാം അധ്യായത്തിൽ ഇത് പറയാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് വലിയൊരു ദൂതൻ ഇറങ്ങി വന്ന് ഒരു കാൽ കടലിന്മേലും ഒരു കാൽ കരയിലും വെച്ചുകൊണ്ട് കയ്യിലൊരു പുസ്തകവുമായി വന്ന് യോഹന്നാനെ വിളിക്കുന്നു. യോഹന്നാനോട് പല കാര്യങ്ങൾ പറയുന്നു. ഇതാണ് 10ാം അധ്യായത്തിലെ രത്നചുരുക്കം. 11ാം അധ്യായത്തിൽ ഇതേ യോഹന്നാനോട് ദേവാലയം കാണിച്ചു കൊടുത്തിട്ട് അതിനെ അളക്കാനൊരു ദണ്ട് കൊടുക്കുന്നു. ആ ദണ്ടെടുത്ത് അളക്കുമ്പോൾ വെളിയിലെ പ്രാകാരം അളക്കാതെ വിട്ടേ അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. 3ാം വാക്യത്തോടെ 2 സാക്ഷികൾക്ക് ഞാൻ വരം നൽകും. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മനുഷ്യരുടെ മേൽ അധികാരമുള്ളവനായി വെള്ളത്തെ രക്തമാക്കുവാൻ, തീ കൊണ്ട് കത്തിക്കുവാൻ, നശിപ്പിക്കുവാൻ പലതരത്തിലുള്ള അധികാരങ്ങൾ കൊടുത്ത 2 പ്രവാചകന്മാർ, സാക്ഷികൾ കടന്നു വരുന്നു. 1160 ദിവസം അവർ തങ്ങളുടെ സാക്ഷ്യം തികയ്ക്കുന്നു. അതിനുശേഷം അഗാധകൂപത്തിൽ നിന്ന് കടന്നു വന്ന മൃഗം കടന്നു വന്ന് അവരെ വധിക്കുന്നു. അവരുടെ ശരീരം 3.5 ദിവസത്തോളം ജെറുസലേമിൽ കാഴ്ചക്കായി കിടക്കുന്നു. മനുഷ്യരത് അടക്കാതെ ആഘോഷിക്കുന്നു. അതിനുശേഷം അവരിൽ ജീവശ്വാസം കടന്നു നിന്ന് എഴുന്നേറ്റ് നിൽക്കുന്നു. ഇവിടെ കയറി വരുമെന്നുള്ള ശബ്ദം കേട്ട് അവർ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒരു ഭൂകമ്പം ഉണ്ടാകുന്നു. 7000 പേർ മരിക്കുന്നു. അനേകർ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ഇതാണ് 11ാം അധ്യായത്തിൻ്റെ പ്രധാന കണ്ടൻസ്. അതിൻ്റെ അവസാനം സ്വർഗത്തിലെ ദേവാലയത്തിൽ വാഗ്ദത്ത പേടകം കാണുന്നു എന്നൊരു വിഷയത്തോടുകൂടി അത് അവസാനിക്കുന്നു. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഒരിക്കൽ കൂടി ദൈവവചനവുമായി കടന്നു വരുവാൻ നിങ്ങളുടെ മറ്റത്തിലായിരിക്കാൻ ദൈവം എനിക്ക് ഞങ്ങൾക്ക് നൽകിയ അവസരത്തിനായി, ഞാനും എൻ്റെ ഭാര്യയുണ്ട്, ഞങ്ങൾക്ക് നൽകിയ അവസരത്തിനായി ഞാൻ നന്ദി പറയുന്നു. വരാനിരിക്കുന്ന, വേഗത്തിൽ സംഭവിപ്പാനിരിക്കുന്ന കാര്യങ്ങൾ തൻ്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുക്കേണ്ടതിന് വേണ്ടി പിതാവാൻ ദൈവം, യഹോവയാം ദൈവം പുത്രന് കൊടുക്കുന്നു. അത് സ്വർഗ്ഗദൂതൻ മുഖേന യോഹന്നാനെ പ്രദർശിപ്പിക്കുന്നു. ഇതാണ് വെളിപാടിൻ്റെ രത്നചുരുക്കം. വെളിപാടിനെയും വെളിപ്പാടെന്ന് വിളിക്കാറുണ്ട്. എന്നാൽ ഒരു പുസ്തകത്തിൽ ബൈബിളിൽ വെളിപാടെന്ന് എഴുതിയേക്കണ കണ്ടു. ഏതായാലും ദൈവം ആഗ്രഹിക്കുന്നു ഭാവി കാര്യങ്ങളെപ്പറ്റി നമ്മൾ അറിയണമെന്ന്. ഒന്നാമത് നമുക്ക് വേണ്ട ഒരു ആറ്റിറ്റ്യൂഡ്, അടിയനിതാ സംസാരിക്കണമേ. ശമൂവേൽ ബാലനായിരുന്നപ്പോൾ ദൈവത്തോട് പറഞ്ഞ അതേ വാക്ക്, അത് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡായിരിക്കട്ടെ. മറിച്ച് ഒരു കോയിൻ ലഭിച്ചവൻ്റെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. നീ കഠിനഹൃദയനും വിതയ്ക്കാത്തിടത്ത് കൊയ്യുന്നവനുമാണെന്ന് ഞാൻ അറിഞ്ഞുവെന്ന് പറഞ്ഞ് നിൻ്റെ നാണയം ഒളിച്ചു വെക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. നമ്മൾ 1ാം അധ്യായം മുതൽ പഠിച്ചു വരികയായിരുന്നു. ഞാൻ നേരിട്ട് പവർ പോയിൻറ്റിലേക്ക് വരാം. ഒരു റിവിഷൻ 8 നോക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ഉം 11ഉം അധ്യായങ്ങളാണ്. കമ്പൈൻഡായിട്ട് 10ാം അധ്യായം ഒരു ചെറിയ അധ്യായമാണ്, അതുകൊണ്ട് 11 കൂടെ ഒന്നിച്ച് കവർ ചെയ്യുന്നു. നമ്മൾ ഇന്ന് വരെ കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇതാണല്ലോ മൊത്തം പ്രോഗ്രാം. ഫ്രം ഇറ്റേണിറ്റി ടു ഇറ്റേണിറ്റി, അനാദി മുതൽ അനന്തത വരെയുള്ള ദൈവിക പദ്ധതിയിൽ സമയത്തെ സൃഷ്ടിച്ച്, ദൂതന്മാരെ സൃഷ്ടിച്ച്, മനുഷ്യരെ സൃഷ്ടിച്ചു വരുന്ന ദൈവിക പദ്ധതിയുടെ ഒരു ഏകദേശ രൂപച്ചുരുക്കം നമ്മൾ പല പ്രാവശ്യം കണ്ടതാണ്. ഇവിടെ ഈ അന്തരീക്ഷത്തിൽ വി ആർ ഹിയർ, നമ്മളിവിടെ നിൽക്കുന്നു ഈ 2000-നും 7-നും ഇടയ്ക്കുള്ള കാലഘട്ടം. അത് കഴിഞ്ഞ് ഭാവി കാലങ്ങളാണ്. ഇതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ കറക്റ്റ് പൊസിഷൻ വി ആർ ഹിയർ.
നമ്മൾ ഈ 7 മുദ്രകളെ പൊട്ടിച്ച കഥകൾ വായിച്ചു. അത് കഴിഞ്ഞ് 7 കാഹളങ്ങളിലേക്ക് കടന്നു വരികയാണ്. ആദ്യത്തെ 4 കാഹളം നമ്മൾ ഒരു ക്ലാസ്സിൻ്റെ പിന്നലത്തെ ക്ലാസ്സിലെടുത്തു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 കാഹളങ്ങളെ പറ്റി എടുത്തു. 2 ബാധകൾ, ഒന്ന് വെട്ടിക്കിളിയും 2 സിംഹത്തിൻ്റെ തലയുള്ള കുതിരയുടെ ശരീരമുള്ള മറ്റൊന്നും. ഇതായിരുന്നു നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ 9-ാം അധ്യായത്തിലെ മുഖ്യ വിഷയം. ഇന്ന് നമ്മൾ അതിനപ്പുറത്തേക്ക് കടന്നു വന്ന് 10-ാം അധ്യായത്തിലൂടെ സ്വർഗ്ഗദൂതൻ സ്വർഗത്തിൽ നിന്ന് കടന്നു വരുന്നതും 2 സാക്ഷികളുടെയും കഥ പഠിക്കുന്ന ഈ അന്തരീക്ഷം വരെ എത്തി. 6 തുരഹികൾ കാഹളങ്ങൾ കഴിഞ്ഞു. 7-ാമത്തതിനും 6-നും ഇടയ്ക്ക് നടക്കുന്ന ചില സംഭവങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. 70-ാം ആഴ്ചവട്ടത്തിൻ്റെ ഏറെക്കുറെ മധ്യഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഇതിൻ്റെ രത്നച്ചുരുക്കം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒരു സ്വർഗ്ഗദൂതൻ സ്വർഗത്തിൽ നിന്ന് ദൂതൻ യോഹന്നാനോട് പുസ്തകം ഭക്ഷിക്കാൻ കൊടുക്കുന്നു. ചിലത് എഴുതാൻ അനുവദിച്ചില്ല. കാലത്തിൻ്റെ അന്ത്യത്തെപ്പറ്റി സൂചിപ്പിക്കുന്നു. ഇനിയും പ്രവചിക്കാനുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു. 10-ാം അധ്യായത്തിൻ്റെ ഒരു രത്നച്ചുരുക്കമായിട്ട് വേണം അതിനെ കാണാൻ പറ്റും. 11-ാം അധ്യായത്തിൻ്റെ ഒരു രത്നച്ചുരുക്കം ഈ 4 ചിത്രങ്ങളിലായിട്ട് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. യോഹന്നാനോട് ദേവാലയത്തെ അളക്കാൻ പറയുന്നു. ഈ ദേവാലയത്തെ അളക്കാൻ യോഹന്നാനോട് പറയുമ്പോൾ ആ യോഹന്നാൻ നിൽക്കുന്ന കാലഘട്ടത്തിൽ ദേവാലയം എന്ന് പറഞ്ഞൊരു കെട്ടിടമില്ല. അതിനെപ്പറ്റി ഞാൻ അല്പം മുന്നാലെ കാണിച്ചു തരാം നമുക്ക്. അതുകൊണ്ട് ഇത് ഭാവിയെപ്പറ്റി തന്നെ പറയുന്നതാണ്. യോഹന്നാൻ ഈ അളക്കണമെന്ന് പറഞ്ഞ കാലഘട്ടം വീണ്ടും ഒരു സഭാ കെട്ടിടം, അതിനെ ദേവാലയം എന്ന് വിളിക്കുന്ന ഒരവസ്ഥയിലേക്ക്. അതിനുശേഷം 3 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ 2 സാക്ഷികളെ അവർ വരുന്നു, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നു, ബാധകൾ കൊണ്ട് ദൈവത്തിനെതിരായി നിൽക്കുന്ന ജനങ്ങളെ പീഡിപ്പിക്കുന്നു, വായിൽ നിന്ന് അഗ്നി പുറപ്പെടുന്നു തുടങ്ങിയ കാര്യങ്ങൾ. 1260 ദിവസത്തെ അവരുടെ ശുശ്രൂഷ തികച്ച ശേഷം അകാരകൂപത്തിൽ നിന്ന് കടന്നു വന്ന മൃഗം അവരെ എതിരിട്ട് കൊല്ലുന്നു. അവരുടെ ശവശരീരം 3.5 വർഷം ജെറൂസലേമിൽ കിടക്കുന്നു, അത് അടക്കാൻ അനുവദിക്കാതെ. കാരണം ജനങ്ങൾക്ക് അത്ര എതിർപ്പുണ്ടായിരുന്നു. അവരെ ദണ്ഡിപ്പിച്ചതുകൊണ്ട് അടക്കാൻ അനുവദിക്കാതെ സന്തോഷിക്കുന്നൊരു കാലഘട്ടം. എന്നാൽ 3.5 വർഷം കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് ശ്വാസം അവരുടെ വായിൽ കടന്നു വരുന്നു. അവർ ജീവിച്ച് എഴുന്നേൽക്കുന്നു. എല്ലാവരും കാണുക, സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നു. ജനം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ഭൂകമ്പം ഉണ്ടാകുന്ന 7000 പേര് മരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ്. 11-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു വീഡിയോ ക്ലിപ്പ് കാണാൻ പോകുന്നതും വാഗ്ദത്ത പേടകം എന്നുള്ള വിഷയമാണ്. ദേവാലയം തുറന്നു, വാഗ്ദത്ത പേടകം പ്രത്യക്ഷമായി. അതിനെപ്പറ്റി വാർത്തകൾ നിങ്ങളോട് പറഞ്ഞ് നമ്മൾ 2 അധ്യായങ്ങളെ കവർ ചെയ്തുകൊണ്ട് ഈ ക്ലാസ് ഉന്നതിലേക്ക് എത്തിക്കണമെന്ന് വിശ്വസിക്കണം. നമുക്ക് നമ്മുടെ പ്രതിജ്ഞ ഒന്ന് ഏറ്റെടുത്തുകൊണ്ട് ആരംഭിക്കാം. ഇത് എൻ്റെ ബൈബിൾ. ഇതിൽ എഴുതിയിരിക്കുന്നത് മുഴുവൻ സത്യം. യേശുക്രിസ്തു എൻ്റെ രക്ഷകൻ, പരിശുദ്ധാത്മാവ് എൻ്റെ നടത്തിപ്പുകാരൻ, പിശാച് എൻ്റെ ജീവിതത്തിൽ പരാജയപ്പെട്ട ശത്രു. ഇതിൽ എഴുതിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ എൻ്റേത്. ഞാൻ ആരാണെന്നും എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയുമെന്നും ഈ ബൈബിൾ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു. യേശുക്രിസ്തു എൻ്റെ ഉള്ളിലുള്ളതിനാൽ ദൈവം എൻ്റെ പിതാവാകുന്നു. ദൈവം എനിക്ക് അനുകൂലമായതിനാൽ ഞാൻ ആരെയും ഭയപ്പെടുന്നില്ല. ഇപ്പോൾ ഞാൻ വചനം ധ്യാനിക്കുവാൻ, വിശ്വസിച്ചനുസരിക്കുവാൻ പോകുന്നു. ക്രിസ്തു വന്ന തലയോളം വളർന്ന് വലുതാകുവാൻ തന്നെ. അതിനായി എന്നെ അനുഗ്രഹിക്കണം. പിതാവേ, അങ്ങേ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രത്യാശയോടെ നമുക്ക് വചനഭാഗങ്ങളിലേക്ക് കടന്നു വരാം. 10-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. ബലവാനായ മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ മേഘം ഉടുത്തും തലയിൽ ആകാശവില്ല് ധരിച്ചും മുഖം സൂര്യനെ പോലെയും കാൽ തൂണുപോലെയും ഉള്ളവൻ. 2, അവൻ്റെ കയ്യിൽ തുറന്ന ഒരു ചെറു പുസ്തകം ഉണ്ടായിരുന്നു. അവൻ വലങ്കാൽ സമുദ്രത്തിന്മേലും. ഒരു സ്വർഗദൂതൻ സ്വർഗത്തിൽ നിന്ന് കടന്നു വരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു പുസ്തകമുണ്ട്. യോഹന്നാനോട് എടുത്ത് ഭക്ഷിക്കാനെല്ലാം പറയുന്നുണ്ട്. വലിയൊരു സ്വർഗദൂതൻ്റെ പ്രകാശം കൊണ്ട് ലോകം തന്നെ, ആ ഏരിയ മുഴുവൻ ശോഭിക്കുന്ന ഒരു സിറ്റുവേഷൻ. എന്നിട്ട് അവിടുന്ന് അങ്ങോട്ട് പിന്നെ കാര്യങ്ങൾ ആരംഭിക്കുകയാണ്. അതിൻ്റെ 10-3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളും നമുക്ക് വീണ്ടും വായിക്കാം. ഇടങ്കാൽ ഭൂമി മേലും വെച്ച് സിംഹം അലറും പോലെ അത്യുച്ചത്തിൽ ആർത്തപ്പോൾ 7 ഇടിയും നാദം മുഴക്കി. 7 ഇടിനാദം മുഴക്കിയപ്പോൾ ഞാൻ എഴുതുവാൻ ഭാവിച്ചു. എന്നാൽ 7 ഇടി മുഴക്കിയത് എഴുതാതെ മുദ്ര ഇട്ടേക്ക എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. 5, സമുദ്രത്തിന്മേലും ഭൂമി മേലും നിൽക്കുന്നവനായി ഞാൻ കണ്ട ദൂതൻ വലങ്കൈ ആകാശത്തേക്ക് ഉയർത്തി. 6, ഇനി കാലം ഉണ്ടാകുകയില്ല. 7-ാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിൻ്റെ കാലത്ത് ദൈവത്തിൻ്റെ മർമ്മം അവൻ
തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകുമെന്ന്. ഇത്രയുമാണ് 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നു. ഇടങ്കാൽ ഭൂമിമേലും വെച്ച് സിംഹമലർന്ന പോലെ അത്യുച്ചത്തിൽ ആർത്തപ്പോൾ 7 ഇടിനാദം മുഴക്കി. ഈ ഇടിനാദം മുഴക്കിയത് ജോൺ കേൾക്കുന്നുണ്ട്, ജോണിന് മനസ്സിലാവുന്നുണ്ട്. യോഹന്നാൻ അത് എഴുതാൻ ആരംഭിച്ചപ്പോൾ അത് വേണ്ടാന്ന് മുടക്കി. എഴുതാതെ മുദ്രയിട്ടേക്ക എന്ന സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. ദൈവം ഇങ്ങനെ ചില കാര്യങ്ങൾ ചിലർക്ക് വെളിപ്പെടുത്തുകയും മറ്റുള്ളവരോട് പബ്ലിക്കായിട്ട് പറയേണ്ടെന്ന് പറയുന്ന കർത്താവിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. രൂപാന്തര മലയിൽ കർത്താവ് രൂപാന്തരപ്പെട്ട ശേഷം കർത്താവ് 3 പേരോട്, പത്രോസ്, യാക്കോബ്, യോഹന്നാനോട് പറഞ്ഞു, മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നവരെ നിങ്ങൾ ഈ കണ്ട കാര്യം ആരോടും പറയേണ്ടെന്ന്. ഇങ്ങനെ ദൈവം ചില കാര്യങ്ങൾ ചിലർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു, ചില കാലഘട്ടങ്ങളിൽ വെളിപ്പെടുത്തി കൊടുക്കുന്നു. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ വരികയാണെങ്കിൽ, ദാനിയേൽ നീ കണ്ട പ്രവചനം മുദ്രയിട്ടേരെ, ഇത് ഇപ്പോഴത്തേക്കുള്ളതല്ല അന്ത്യത്തിലേക്കുള്ളതാണെന്ന് പറഞ്ഞ് അങ്ങനെ കർത്താവ് നൽകുന്നുണ്ട്. ഈ രീതിയിൽ പല കാര്യങ്ങൾ യോഹന്നാൻ 20:30 പറയുന്നത്, കർത്താവ് ഇതിലധികം ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതൊന്നും ഈ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. ആവശ്യമില്ലാത്തത് എഴുതുന്നില്ല. വേദപുസ്തകത്തിൽ ആവശ്യമുള്ളതെല്ലാം എഴുതിയിട്ടുണ്ട്, ആവശ്യമില്ലാത്തത് എഴുതിയിട്ടില്ല. അപ്പോൾ വേദപുസ്തകത്തെയും പുസ്തകത്തിൻ്റെ ദൈവത്തെയും വിശ്വസിച്ചു കൊണ്ടല്ലാതെ നമുക്ക് വേദപുസ്തകത്തിലൂടെ യാത്ര പോകാൻ പറ്റില്ല. നാം വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നതിനെ കാലഘട്ടത്തിൽ സമയാസമയത്തിൽ വെളിപ്പെടുത്തി തെളിയിച്ച് നമ്മുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ദൈവം. അത് നിങ്ങൾ ഓർമ്മിച്ചിരിക്കുക. ഒരു അന്ധവിശ്വാസത്തിലേക്കല്ല നമ്മൾ പോകുന്നത്, വിശ്വസിച്ചതിനെ തെളിയിച്ച് കാണിച്ചു കൊടുക്കുന്ന ദൈവത്തിൻ്റെ പ്രവർത്തന ശൈലി. അങ്ങനെ ഈ 7 ഇടിനാദം മുഴക്കിയത് യോഹന്നാന് കേട്ടു, എന്നാൽ അത് എഴുതണ്ടെന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. സമുദ്രത്തിന്മേൽ 5-ാം വാക്യം, സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്നവനായി ഞാൻ കണ്ട ദൂതൻ വലങ്കൈ ആകാശത്തേക്ക് ഉയർത്തി, ഇനി കാലമുണ്ടാകയില്ല, there shall be no further delay എന്നാണ് ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നത്, താമസമില്ലെന്ന്. 7ാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിൻ്റെ കാലത്ത്. ഈ സംഭവം നടക്കുന്നത് നമ്മളിന്ന് കാണാൻ പോകുന്ന 11-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിലാണ്. അത് അവിടെ വന്നിട്ട് ഞാൻ ഇതുപോലെയുള്ള 3 സ്റ്റേറ്റ്മെൻറ്റുകൾ ഒന്നിച്ചുകൊണ്ട് ഈ പ്രസ്താവനകളുടെ ഒരു ഏകത്തുക, ഏകദേശമുള്ള ഒരു അർത്ഥം അവിടെ മനസ്സിലാക്കി തരാൻ ശ്രമിക്കും. ദൈവത്തിൻ്റെ മർമ്മം തന്നെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകുമെന്ന് ആകാശവും ഭൂമിയിലുള്ളതെല്ലാം എന്നാണ് അടുത്ത വാക്യം. ഇത് 12:9 ഞാൻ പറഞ്ഞത്. ദാനിയേലേ പോയിക്കൊള്ളുക, ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചു മുദ്രയിട്ടുമിരിക്കുന്നു. ഇങ്ങനെ പല കാര്യങ്ങൾ സമയാസമയത്തിൽ ദൈവം ഇങ്ങനെ മറച്ചു വയ്ക്കുന്നുണ്ട്. അപ്പം നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കാറുള്ളത് പോലെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകത്തിൻ്റെ ഏക സംക്ഷിപ്തമായിട്ടുള്ളൊരു തുക വെച്ചുകൊണ്ട് വേണം, ഒരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് വേണം നമ്മൾ വചനത്തെ വ്യാഖ്യാനിക്കാനും പഠിക്കാനും. അങ്ങനെ വരുമ്പോഴേ ഏറ്റവും യോഗ്യമായ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കിട്ടുള്ളൂ. ദൈവത്തിൻ്റെ പെർസ്പെക്റ്റീവ്, ദൈവത്തിൻ്റെ കാഴ്ചപ്പാട്, നമ്മളൊരു ബേർഡ്സ് ഐ വ്യൂ എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞ മാതിരി ദൈവം കാര്യങ്ങളെ കാണുന്ന രീതിയിൽ കാണണമെങ്കിൽ ദൈവവചനത്തിൻ്റെ സർവ്വ കാര്യങ്ങളും നമ്മുടെ അകത്തൂടെ ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കണം. ആ ഒരു മാനദണ്ഡത്തിലാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ മുഖ്യമായി സംസാരിക്കുമ്പോൾ പ്രവചനങ്ങളിലൂടെ, സ്വപ്നങ്ങളിലൂടെ, ദർശനങ്ങളിലൂടെ എല്ലാം സംസാരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. എന്നാൽ അതിൻ്റെ കീ പോയിൻ്റ്, ക്രോസ് ചെക്കിംഗ് പോയിൻ്റ് എഴുതപ്പെട്ടിരിക്കുന്ന വചനമാണ്. ബെറയായിലെ വിശ്വാസികൾ തെസ്സലോനിക്കയിലെ വിശ്വാസികളെക്കാൾ ശ്രേഷ്ഠന്മാരെന്ന് അപ്പസ്തോലരുടെ 17 എഴുതി വെക്കാനുള്ള കാരണം അത് തന്നെയാണ്. പൗലോസും ശീലാസും സംസാരിച്ച വചനങ്ങൾ അങ്ങനെ തന്നെയോ എന്ന് അവർ ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോകുന്നു. ഈ തിരുവെഴുത്തുകൾ പരിശോധിക്കാൻ വേണ്ടി നമ്മൾ ആവശ്യം വരുമ്പോൾ ഒന്ന് എടുത്ത് റെഫർ ചെയ്യുക എന്നതിലുപരി കർത്താവിൻ്റെ പാറ്റേണിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറയാനും, കാണുന്ന സംഭവങ്ങളെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതാണെന്ന് പറഞ്ഞ് തന്നെ കാണപ്പെടുന്ന സംഭവങ്ങളെ നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന വചനം അത് നമ്മുടെ അകത്താക്കിയിട്ട് അത് വെച്ചുകൊണ്ട് പരിശോധിക്കാൻ കഴിയുന്ന ഒരു കാഴ്ചപ്പാട്, ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. 7ാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിൻ്റെ കാലത്ത് വരാൻ പോണേ ഉള്ളൂ. ദൈവത്തിൻ്റെ മർമ്മം അവൻ തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചത് കൊടുത്തുപോലെ നിവൃത്തിയാകും. ദൈവം ഇങ്ങനെ പല സൂചനകൾ തരുവാണ്. അതിനെപ്പറ്റി നമുക്ക് പിന്നെ കാണാം. 10-7 വാക്യം, അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായ എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്തു. അതാണ് 7 വാക്യം. 6 വാക്യത്തിൽ നമ്മൾ കണ്ടു
ഇനി കാലം ഉണ്ടാകില്ല, ഏഴാമത്തെ ദൂതൻ കാഹളമൂതുവാനിരിക്കുന്ന നാദത്തിൻ്റെ കാലത്ത് ദൈവത്തിൻ്റെ മർമ്മം തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തു പോലെ നിവൃത്തിയാകും. ആ നിവൃത്തിയാകുമെന്ന് സത്യം ചെയ്ത വാക്കാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ 10:6 മുതൽ 11:5 ഏഴാമത്തെ ദൂതനം ഊതുന്നുണ്ട്. ഏഴാമത്തെ നമ്മൾ അടുത്ത അധ്യായത്തിൽ കാണാൻ പോകുന്ന ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജത്വം നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു, അവൻ എന്നേക്കും വാഴുന്നുവെന്ന് സ്വർഗത്തിൽ നിന്നൊരു മഹാഘോഷമുണ്ടായി. 7th ഏഞ്ചൽ സൗണ്ട് ചെയ്തപ്പോഴാണ്. ഇതിനിടയ്ക്ക് നടക്കുന്ന സംഭവങ്ങൾ ഈ 10ൻ്റെയും 11ൻ്റെ അകത്തൊരു സമ്മറി പറയുകയാണെങ്കിൽ, ഒന്ന്, ജോണും ഏഞ്ചലും തമ്മിൽ സംസാരിക്കുന്നു. യോഹന്നാന് സ്വർഗദൂതനൊരു പുസ്തകം കൊടുക്കുന്നു. യോഹന്നാൻ അത് ഭക്ഷിക്കുന്നു. വായിൽ മധുരമായിരുന്നു, അകത്ത് കയ്പായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ 11ാം അധ്യായത്തിൽ വന്നിട്ട് ദേവാലയം അളക്കാൻ പറയുന്നു. അത് കഴിഞ്ഞ് 2 സാക്ഷികൾ കടന്നു വരുന്നു. അവരുടെ മിനിസ്ട്രി 1260 ദിവസം തുടരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ കൊല്ലപ്പെടുന്നു. അവരുടെ ശരീരം 3.5 ദിവസം ജെറുസലേമിൽ കിടക്കുന്നു. അത് ഉയർത്തെഴുന്നേൽക്കുന്നു, ആകാശത്തിലേക്ക് കടന്നു പോകുന്ന ഒരു ഭൂകമ്പം ഉണ്ടാകുന്നു. ഈ കാര്യങ്ങളെല്ലാം ഈ ഏഴാമത്തെ ദൂതൻ ഊതുന്നത് വരെയുള്ള സംഭവങ്ങളാണ്. നമ്മൾ വായിച്ചത് ഏഴാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിൻ്റെ കാലത്ത്. അവിടെ വരുമ്പോൾ നമ്മളത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ എന്താണ് അവിടെ, അതിനോട് ചേർന്ന് 12ാം അധ്യായത്തിലൊരു വചനം കൂടെ ചേർത്ത് വെച്ച് ദൈവം സംസാരിക്കുന്ന ആ സ്റ്റൈലിലേക്ക്, അതിനെ മനസ്സിലാക്കാൻ കഴിയുന്ന ദൈവിക കാഴ്ചപ്പാടിലേക്ക് നമുക്ക് കടന്നു വരാൻ പറ്റും. നമുക്ക് മുന്നോട്ട് പോകാം. ഏഴാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ 1ാമത്തെ കാഹളം തയ്യാറാവുന്നു. ഏഴാമത്തെ കാഹളം ഊതിയപ്പോൾ 7 കലശങ്ങൾ തയ്യാറാകുന്നു. അതായത് ഈ 6 എണ്ണം ആദ്യത്തേത് കഴിഞ്ഞാൽ അതിനിടയ്ക്ക് കുറച്ച് സംഭവങ്ങൾ വരുന്നു. അത് കഴിഞ്ഞ് ഏഴാമത്തത് മുദ്ര പൊട്ടിക്കുമ്പോൾ അത് ഈ 7 കാഹളങ്ങളെ റിലീസ് ചെയ്യുക, ഏതാണ്ട് അതിനകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന മാതിരി. അത് കഴിഞ്ഞ് 6 കാഹളങ്ങൾ ഊതി അതിനിടച്ച് കുറച്ച് സംഭവങ്ങൾ നടക്കുന്നു. ഏഴാമത്തെ കാഹളം ഊതുമ്പോൾ 7 കലശങ്ങൾ ഒഴിക്കാനുള്ള പ്രവർത്തനം ആരംഭിക്കുകയാണ്. അങ്ങനെ ഒരു മ്യൂച്വലി കണക്റ്റഡ് ഒരു പാറ്റേണിലാണ് ഈ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ. അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഇതൊരു കോമൺ നേച്ചറുള്ള കാര്യങ്ങളാണ്. ഈ 6ാം അധ്യായത്തിൽ മുദ്ര പൊട്ടിക്കാൻ തുടങ്ങുന്നത് മുതൽ 18ാം അധ്യായത്തിലെ സർവ്വബാധകളും തീരുന്നത് വരെയുള്ളത് ഒരു പർട്ടിക്കുലർ കാലഘട്ടത്തിൽ ദൈവം മനുഷ്യ മക്കളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, ദൈവക്രോധം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാലം. ഇതാണ് ഈ 18 അധ്യായത്തിൻ്റെ ഒരു ഏകദേശ രൂപരേഖ സ്റ്റൈൽ കിടക്കുന്നത്. നമുക്ക് റെവലേഷൻ 10:8 വരാം, വായിക്കാം. 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം പിന്നെയും എന്നോട് സംസാരിച്ചു. നീ ചെന്ന് സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്ന ദൂതന്റെ കയ്യിൽ തുറന്നിരിക്കുന്ന പുസ്തകം വാങ്ങുക എന്ന് കൽപ്പിച്ചു. ഞാൻ ദൂതന്റെ അടുക്കൽ ചെന്ന് ആ ചെറു പുസ്തകം തരുവാൻ പറഞ്ഞു. അവൻ എന്നോട്, നീ ഇത് വാങ്ങി തിന്നുക, അത് നിന്റെ വയറ്റിനെ കയ്പിക്കും, എങ്കിലും വായിൽ തേൻ പോലെ മധുരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ദൂതന്റെ കയ്യിൽ നിന്ന് ചെറു പുസ്തകം വാങ്ങി തിന്നു. അത് എൻ്റെ വായിൽ തേൻ പോലെ മധുരമായിരുന്നു. തിന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വയറ് കഴിച്ചുപോയി. 11 അവൻ എന്നോട്, നീ ഇനിയും അനേകം വംശങ്ങളെയും ജാതികളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ഇതിൽ ഇങ്ങനെ ഈ സ്വർഗദൂതനും യോഹന്നാനുമായിട്ട് വരുന്ന സംഭാഷണവും അതിൻ്റെ അന്ത്യം വരെ ഉള്ളത് ഈ 10ാം അധ്യായത്തിൻ്റെ മുഖ്യമായ കാര്യങ്ങളുള്ളൂ. യോഹന്നാൻ ഈ പുസ്തകം മേടിക്കുന്നു. അവൻ്റെ കയ്യിലൊരു പുസ്തകമുണ്ട്. നീ എന്ന സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്ന ദൂതൻ്റെ കയ്യിൽ തുറന്നിരിക്കുന്ന പുസ്തകം വാങ്ങുക. ഞാൻ ദൂതൻ്റെ അടുക്കൽ ചെന്ന് ആ ചെറു പുസ്തകം, ദൂതൻ കാഴ്ചപ്പാടിലൊരു ദൂതനെന്ന് തന്നെ വേണം ചിന്തിക്കാൻ. കാരണം സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം പറയാണ്. ചിലരിങ്ങനെ കർത്താവാണെന്ന് ചിന്തിക്കാൻ ഇട വന്നിട്ടുണ്ട്. എന്നാലും അതിനൊരു കർത്താവാണെന്ന് ചിന്തിക്കാനുള്ള കാരണങ്ങളില്ല. സ്വർഗദൂതന്മാരെ ദൈവം അത്ഭുതകരമായി ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ ലൂസിഫറിൻ്റെ റിബല്യൻ തന്നെ വന്നത് ലൂസിഫറിൻ്റെ മനസ്സിനകത്ത് കയറിക്കൂടി ഞാൻ ദൈവത്തിന് തുല്യനാണെന്ന്. അവൻ അത്രമാത്രം കഴിവുണ്ടായിരുന്നു, ബുദ്ധി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ പെട്ടുപോയതാണ്. അതുകൊണ്ട് സ്വർഗദൂതന്മാരെ ദൈവം അത്യത്ഭുതകരമായ നിലകളിൽ ഉപയോഗിക്കുന്നുണ്ട്. വാങ്ങി തിന്നുക, നിൻ്റെ വയറ്റിനെ കയ്പിക്കും, എങ്കിലും വായിൽ മധുരമായിരിക്കും. ഞാൻ തിന്നു, അത് ഭക്ഷിച്ചു. ഇതിങ്ങനെ എസെക്കിയേലിൻ്റെ പ്രവചനത്തിലും ഇങ്ങനൊരു സൂചന കൊടുത്തിട്ടുണ്ട്. അവൻ എന്നോട്, നീ ഇനിയും അനേക വംശങ്ങളെയും ജാതികളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കേണ്ടി വരുമെന്ന് ഭാവി കാലത്തെപ്പറ്റി ഒരു സൂചന കൊടുത്തുകൊണ്ട് ഇവിടെ 10ാം അധ്യായം അവസാനിക്കുകയാണ്. 11ാം അധ്യായം തുടരുകയാണ്, കണ്ടിന്യൂറ്റിയാണ്. നമ്മളൊന്ന് ഒരേ ദിവസം തന്നെ അതിലൂടെ കടന്നു പോകുന്നു.
11-ന്റെ 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പിന്നെ ദണ്ട് പോലെയുള്ള ഒരു കോൽ എൻ്റെ കയ്യിൽ കിട്ടി കൽപ്പന ലഭിച്ചു. നീ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. 2, ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കാം. അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും. ഇതിനെപ്പറ്റി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ദണ്ട് പോലെയുള്ള ഒരു കോല് എൻ്റെ കയ്യിൽ കിട്ടി കർമ്മല ലഭിച്ചത്. എഴുന്നേറ്റ് ദൈവത്തിൻ്റെ ആലയത്തെ, അത് നമ്മളൊന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്. യോഹന്നാൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം സഭാ കാലഘട്ടമാണ്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ആലയം എന്ന് പറഞ്ഞ ആ വിഷയം ഒന്ന് മുന്നിൽ 2-3 ചിത്രങ്ങളിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാൻ ആഗ്രഹിക്കുക. ദൈവത്തിൻ്റെ ആലയം, ഇവിടെയാണ് ഈ ദൈവത്തിൻ്റെ ആലയം പണിയാനിരിക്കുന്നത്. ഇതിനിടയ്ക്കൊരു ഭിത്തിയുണ്ട്. ആ ഭിത്തിക്കിപ്പുറത്താണ് യഹൂദന്മാർക്ക് നിഷിദ്ധമായിരിക്കുന്ന ഇന്നത്തെ ഡോം ഓഫ് റോക്ക് എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ ഒരു ആലയം നിൽക്കുന്നത്. പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്ക് അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. ഇവിടെ ദേവാലയം പണിയണമെങ്കിൽ യഹൂദന്മാർക്ക് ഏത് വിധേന ഇതൊന്ന് മാറിക്കിട്ടും. യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഈ പണിയുന്ന ദേവാലയം വിശുദ്ധമാണ്, ഇവിടെ ഇരിക്കുന്നത് അശുദ്ധമാണ്. ഈ അശുദ്ധമൊന്നും മാറിക്കിട്ടാൻ വേണ്ടി ഇവർ പല വഴികളിൽ ഈ കാലഘട്ടങ്ങളിലെല്ലാം പ്രവർത്തിച്ചതാണ്. മിലിറ്ററി പവർ കൊണ്ട് ഒരിക്കൽ ഇതിനെ ഇടിച്ച് തകർത്ത് കളയാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ യഹൂദ റബ്ബിമാർ പറഞ്ഞു അത് പറ്റില്ല, അത് മസിഹ വന്ന് സമാധാനത്തോടെ മാറ്റിത്തണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ ആ പരിപാടി ഉപേക്ഷിച്ചു. കഴിഞ്ഞ ഇറാനും ഇറാഖും തമ്മിലുണ്ടായ യുദ്ധത്തിലൊക്കെ മിസൈലുകൾ പലത് വന്നപ്പോൾ ഒരെണ്ണം വന്ന് ഇതിൻ്റെ മുകളിൽ വീണിരുന്നെങ്കിൽ അവരതിന് അടയാളമായി എടുത്തുകൊണ്ട് പൊളിച്ചിട്ട് പണിതനായിരുന്നു. അതും സംഭവിച്ചില്ല. അങ്ങനെ ദൈവം മനുഷ്യൻ്റെ പദ്ധതികളെ സൂപ്പർസീഡ് ചെയ്തുകൊണ്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രവർത്തന മണ്ഡലം നമുക്കിവിടെ കാണാൻ പറ്റും. റോമാലേഖനം 11:25 പറഞ്ഞിരിക്കുന്നത് ജാതികളുടെ പൂർണ്ണസംഖ്യ തികയുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം സംഭവിച്ചിരിക്കുന്നു. ദൈവം എത്ര മഹാനാണെന്ന് കാര്യങ്ങൾ നമ്മൾ അങ്ങ് അകത്തേക്ക് കിടന്ന് പരിശോധിക്കാൻ നമുക്ക് മനസ്സിലാവുക. യഹൂദന് ദേവാലയം പണിയണമെന്നറിയാം, പണിയാൻ അവൻ അനുവാദമുണ്ടെന്നറിയാം. എന്നാൽ അവന് പണിയാൻ വിടാത്ത രീതിയിൽ അവൻ്റെ മനസ്സിനെ പിടിച്ചു വച്ചിരിക്കുന്ന ദൈവം. രാജാവിൻ്റെ മനസ്സ് നീർത്തോടിനെ പോലെ യഹോവയ്ക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് അതിനെത്തിയിരിക്കുന്നു. സഹോദരങ്ങളെ, ഇതാണ് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യം. ദൈവം ചെയ്യുന്നതും ചെയ്തതും പറഞ്ഞു വച്ചിരിക്കുന്നതുമെല്ലാം സംഭവിക്കണമെന്നൊരു അടിസ്ഥാനത്തിന്മേൽ നമ്മുടെ ചിന്തകൾ ഉറപ്പിച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ കണ്ണട ഇട്ടുകൊണ്ട് ലോകകാര്യങ്ങൾ വീക്ഷിക്കുന്നവരാണ്. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടായിരിക്കില്ല. കർത്താവ് പറഞ്ഞെൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രവർത്തനത്തെ കാണണമെങ്കിൽ വേദപുസ്തകം എന്ന കണ്ണട വേണം. നമ്മൾ അതിനകത്തൂടെ നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാവും. അതല്ല, ഈ രീതിയിൽ കാര്യങ്ങളെ കണ്ടുപോകാൻ നമുക്ക് ഇവിടെ ഈ ദേവാലയം പണിയണം. ആ ദേവാലയത്തിന് ഇടയ്ക്ക് ഇവിടെ ഒരു ഭിത്തിയുണ്ട്. ഇത് ഭിത്തിയുടെ അപ്പുറത്തുനിന്ന് ഇത് മാറ്റിയിട്ട് കാണിച്ചിരിക്കുന്നതാണ്. ഇത് മാറിക്കിട്ടണം. ഇതുകൊണ്ടാണ് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേരെ എന്ന് പറഞ്ഞത്. ഇനി ഈ ദേവാലയത്തെപ്പറ്റി, ഇവരുടെ ദേവാലയത്തെ പറ്റിയുള്ള ആശയം ആരംഭിക്കുന്നത് കർത്താവ് മോശയോട് പറഞ്ഞ് പണിയിച്ച സമാഗമന കൂടാരം മുതലാണ്. മോശ പണിത സമാഗമന കൂടാരം 1445 BC കാലഘട്ടങ്ങളിലാണ്. ഇവർ 40 വർഷം ചുറ്റിക്കിറങ്ങുന്ന സമയത്ത് അതിനകത്ത് അവരുടെ വാഗ്ദത്ത പേടകം ഉണ്ടായിരുന്നു. ഈ തമ്പുവിനകത്ത് ഇതതിൻ്റെ ഔട്ടർ. ഇതാണ് അവർ നിർജ്ജന പ്രദേശത്ത് ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആരാധനാ സ്ഥലം. യഹോവയുടെ സാന്നിധ്യം ഇതിനകത്ത് വരുന്നു. എന്നാൽ ഇത് ആദ്യത്തെ പടിയാണെങ്കിൽ രണ്ടാമത് വരുന്നത് സോളമൻ പണിത ദേവാലയമാണ്. BC 971 അത് പണിത് 931 ഉള്ള കാലഘട്ടം കൊണ്ട് പണിതെടുത്തു. സോളമൻ പണിത ദേവാലയത്തിൻ്റെ ഒരു ഏകദേശ ചിത്രമാണ് ഇവിടെ കാണിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ ടെമ്പിള് നെബൂഖദ്നേസർ വന്ന് ആക്രമിച്ചപ്പോൾ 606 ഡിസ്ട്രോയിഡായി. 606 ഇതിനെ നശിപ്പിക്കുമ്പോൾ യെരമ്യാ പ്രവാചകൻ ഇതിനകത്തിരുന്ന ഈ വാഗ്ദത്ത പേടകം അവിടെ നിന്ന് എടുത്ത് മാറ്റിയെന്നാണ് മറ്റ് ചരിത്രരേഖകളിൽ നിന്നും അപ്പോക്രിഫൽ ബുക്സിൽ നിന്നും നമുക്ക് കിട്ടുന്ന സൂചന. ഏതായാലും കർത്താവിൻ്റെ കാലഘട്ടത്തിൽ ഈ വാഗ്ദത്ത പേടകം, ഇതിൽ കെരൂബുകളുടെ മധ്യത്തിൽ അധിവസിക്കുന്ന യഹോവയുടെ സാന്നിധ്യം, മേഴ്സി സീറ്റ് അഥവാ ദയാസനം, കൃപാസനം എന്ന് പറയുന്ന സാധനമൊന്നും അതിനകത്തില്ല. ബിഫോർ ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദ ആർക്ക് ദ കവനന്റ് വാസ് റിമൂവ്ഡ് ബൈ ടെമ്പിൾ ബൈ ജെറമ്യ. ഇനി ഇതാണ് രണ്ടാമത്തെ ദേവാലയം. ഇത് നെബൂഖദ്നേസർ നശിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് അതിന് റീകൺസ്ട്രക്ട് ചെയ്യുന്നത് സെറുബാബേലാണ്. ക്യാപ്റ്റിവിറ്റിയിലേക്ക് പോയവൻ തിരിച്ചു വന്നിട്ട്
റീകൺസ്ട്രക്ഷൻ 536 BC ആരംഭിച്ചു. പിന്നെ അത് ഒരു ലെറ്റർ കൊടുത്ത് നിർത്തി 34. പിന്നെ 520 വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. 515 അത് ഫിനിഷ്. അങ്ങനെ 7 വർഷങ്ങൾ കൊണ്ട് ഈ രണ്ടാമത്തെ സെറുബബേലിന്. അപ്പോൾ ഇതിൻ്റെ മഹത്വമൊക്കെ കുറച്ച് കുറഞ്ഞു. ഇത് മുഴുവൻ ആ കാലഘട്ടങ്ങളിൽ ലോകത്തിലെ ഏറ്റവും വില കൂടിയ കെട്ടിടമായിരുന്നു. അകത്തും പുറത്തും സ്വർണം കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. അത് വന്നിട്ട് പിന്നെ അതിൻ്റെ മഹത്വത്തിലൊക്കെ കുറഞ്ഞു. ഡ്യൂറിങ് 167 to 65 സിറിയൻ എംപറർ അന്റിയോക്കസ് എപ്പിഫാനസ് അതിനകത്ത് പന്നിയെ ബലി കഴിച്ചുകൊണ്ട്, ഒളിമ്പിയൻ ഗോഡായിരിക്കുന്ന സെയൂസിന് വേണ്ടി പന്നിയെ ബലി കഴിച്ചുകൊണ്ട് അതിനെ നിഷ്ക്രിയമാക്കി, ഡിസിക്രേറ്റ് ചെയ്യും, നിഷേധിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ നിലവാരം വരുന്ന 4ാമത് ഹെറോദ് രാജാവ് അത് പുതുക്കി പണിയുന്നുണ്ട്. ഹെറോദ് ദ ഗ്രേറ്റ് സ്റ്റാർട്ടഡ് ബിൽഡിംഗ് ഇൻ 19 BC ആൻഡ് സ്ട്രക്ചറലി കംപ്ലീറ്റഡ് ഇൻ 4 BC. കർത്താവ് ജനിക്കാൻ പോകുന്ന കാലഘട്ടത്തോടെ ഫൈനൽ കംപ്ലീഷൻ 63 AD കർത്താവ് പോയതിനു ശേഷം. എന്നാൽ AD 70 അത് പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു. അതിൻ്റെ ഒരു ബാക്കി നിൽക്കുന്ന ഭിത്തിയുടെ ഭാഗം ഈ കാണുന്നത് ഇതാണ്. ഇപ്പം നമ്മൾ ആദ്യം കണ്ടത് ഇതാണ് ഡോം ഓഫ് ദ റോക്ക്. അതിനിടയ്ക്ക് ഈ ഭിത്തിയുണ്ട്. ഈ ഭിത്തിയെ എന്നവർ യഹൂദന്മാർ വിളിക്കുന്ന വെയിലിംഗ് വാൾ, കരയുന്ന മതിൽ. അവിടെ പോയി പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഇവിടെ വന്ന് കൂടിയൊക്കെ ചെയ്യാറുണ്ട്. അതാണ് ഇന്ന് ബാക്കി നിൽക്കുന്നത്. AD 70 റോമൻ ഗവർണറുടെ മോൻ ടൈറ്റസ് നശിപ്പിച്ച, റോമൻ ആർമി നശിപ്പിച്ച അതിൻ്റെ ഒരു ഭാഗം മാത്രം നിലനിൽക്കുന്നു. ഇതാണ് 4ാമത്തെ ദേവാലയമായിട്ട് നമ്മൾ എണ്ണത്തിൽ കണക്കൂട്ടാവുന്നത്. യഹൂദന്മാർ 3rd ടെമ്പിളിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇന്നത്തെ ദേവാലയം, അതിനെപ്പറ്റി സഭായുഗത്തിൽ കൃപായുഗത്തിൽ പറയുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൽ നിങ്ങൾ തന്താങ്ങൾക്കുള്ളവരെന്നും അറിയുന്നില്ലയോ? സമരിയ സ്ത്രീയോട് കർത്താവ് പറഞ്ഞ കാര്യം, മലയിലുമല്ല യെരുസലേമിലുമല്ല ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന സമയം വരുന്നു, ദാ വന്നു കഴിയും. കർത്താവ് പറയാണ്, ആരാധനയുടെ ഒരു സ്റ്റൈല് മാറ്റി. ഏദൻ തോട്ടത്തിൽ ആദം ഹവ്വായോട് കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം സമാഗമന കൂടാരത്തിലുണ്ടായിരുന്നു. അതിനുശേഷം സോളമൻ പണിതതും വീണ്ടും പുതുക്കപ്പണിതുമായ ദേവാലയത്തിൻ്റെ അധിവിശ്വ സ്ഥലത്ത് ഉണ്ടായിരുന്നു. അവിടുന്ന് ദൈവമഹത്വം മാറിപ്പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യഹൃദയങ്ങളിലാണ്. ഇന്നത്തെ കാലഘട്ടം അതാണ്. മനുഷ്യർ ഇന്നും ദേവാലയം ഉണ്ടാക്കി അതിന് ദേവാലയം എന്ന് പേര് വിളിക്കുമ്പോൾ നമ്മൾ സത്യത്തിൽ ആരാധനാ സ്ഥലം, ഒന്നിച്ചുകൂടി വരുന്ന സ്ഥലം എന്നൊരു ആശയത്തിൽ അതിനെ കാണാൻ പറ്റുള്ളൂ. അല്ലാതെ അതിന് ദേവാലയം എന്ന് വിളിച്ച ദൈവാലയം സത്യത്തിൽ നമ്മളാണ് എന്ന് ഈ കാലഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. സഭായുഗം വീണ്ടും ജനിച്ച ദൈവമക്കൾ ദൈവത്തിൻ്റെ ആലയം. മഹോപദ്രവകാലത്ത് ഡോം ഓഫ് ദി റോക്ക് എന്ന ഇസ്ലാമിക് മന്ദിരത്തോട് ചേർന്ന് പണിയപ്പെടേണ്ട യഹൂദ ആലയം, ഇവിടെ അത് പുതുക്കി പണിയും. അതിനുവേണ്ടി വ്യവസ്ഥകൾ ഉണ്ടാക്കിയിട്ട് യഹൂദന് കടന്നു വരുന്ന മസിഹ, അന്റിക്രൈസ്റ്റ്, എതിർ ക്രിസ്തു പെർമിഷൻ കൊടുക്കും. അതോടുകൂടിയാണ് മഹോപദ്രവത്തിൻ്റെ തുടക്കത്തിലെ ആദ്യത്തെ 3.5 വർഷക്കാലം ആരംഭിക്കുന്നത്. ഇനി അതിൽ ദൈവം വന്നിരിക്കാനെന്നുള്ളതല്ല, യേശു ക്രിസ്തു വരുന്നാൽ അതിനകത്ത് ആൻറ്റിക്രൈസ്റ്റ് കയറിയ പിശാച് കയറി വന്നിരുന്ന് ഞാനാണ് ദൈവമെന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് കർത്താവ് വന്നു കഴിഞ്ഞിട്ട് 1000 ആണ്ടിലൊരു ആലയം പണിയുന്നുണ്ട്. അന്നും ബലികളും കാര്യങ്ങളൊക്കെ ഒരു രീതിയിൽ നടക്കുന്നുണ്ട്. എന്നാൽ ചില സീരിയസ് പ്രത്യേകതകൾ ഈ ആലയത്തിനുണ്ട്. ഇതിനാ പർദ്ദയില്ല. ഇങ്ങനെ പല കാര്യങ്ങളുടെ വ്യത്യാസമുണ്ട്. സ്വർണം കൊണ്ടൊന്നും ഒരു സ്വർണ്ണം എന്ന് പറഞ്ഞൊരു സാധനം ഇതിനകത്തില്ല. എസെക്കിയേലിൻ്റെ 38 മുതൽ 42 വരെ അധ്യായങ്ങളിൽ കുറേ കാര്യങ്ങൾ അതിനെപ്പറ്റി പ്രസ്താവിച്ചിട്ടുണ്ട്. ഇങ്ങനെ ദേവാലയങ്ങളുടെ ലിസ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 1000 ആണ്ട് വരെ ഒരു 6 ഐറ്റംസ് ഇങ്ങനെ കടന്നു വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മൾ ആദ്യം കണ്ട ചിത്രം. ഇവിടെ പണിയാനായിട്ട് ഇത് മാറിക്കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരോട് എതിർ ക്രിസ്തു പെർമിഷൻ കൊടുത്ത് ഈ ഏരിയ അളക്കാതെ വിട്ട ജാതികൾ കൂടുതൽ ഇത് മാറ്റാതെ തന്നെ അവിടെ പണിത് അവരതിൻ്റെ പൂജകളും വൃത്തികളും ആരംഭിക്കും. ഇത് 11-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന വിഷയങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് 11-ന്റെ 3 മുതലുള്ള കാര്യങ്ങളാണ്. അന്ന് ഞാൻ എൻ്റെ 2 സാക്ഷികൾക്കും വരം നൽകും. അവർ ഉടുത്തുകൊണ്ട് 1260 ദിവസം പ്രവചിക്കും. ഈ 2 പ്രവാചകന്മാരുടെ കാലഘട്ടം, പ്രവാചകന്മാർ നല്ല സാക്ഷികളെന്നാണ് ദൈവം സുഹൃത്തിരിക്കുന്നത്. ശക്തി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇവരാരാണ് എന്നുള്ളതിനെപ്പറ്റി പല ചർച്ചകൾ വരാറുണ്ട്. മോശയും ഏലിയാവുമാണ് രൂപാന്തരമലയിൽ കർത്താവിൻ്റെയും പത്രോസ് യാക്കോബ് യോഹന്നാനും മുമ്പ് പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ മരിച്ചു പോകാതെ ഭൂമിയിൽ നിന്ന് എടുത്ത് മാറ്റപ്പെട്ടവർ മറ്റ് 2 പേരാണ്. അത് ഏലിയാവും ഹാനോക്കുമാണ്.
ഇങ്ങനെ രണ്ടഭിപ്രായങ്ങൾ വരാറുണ്ട്. എന്നാൽ ഈ അടുത്തൊരു ദേവദാസൻ സംസാരിച്ച് ഫസ്റ്റ് ടി ജെ സാമുവൽ സംസാരിച്ച വിഷയം കേട്ടപ്പോൾ എനിക്കത് കുറേ കൂടെ ലോജിക്കലായിട്ട് തോന്നി. ഈ സപ്പോസ് ഇത് ഹാനോക്കും ഏലിയായുമാണെന്ന് ചിന്തിക്കുക, മരിച്ചിട്ടില്ല, എടുക്കപ്പെട്ടു. എന്നാൽ ഈ ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന് ഇവർ രണ്ടുപേരും മാറിയപ്പോൾ ഏലിയ വ്രതത്തിലെടുക്കപ്പെട്ടു, ഹാനോക്ക് പിന്നെ കണ്ടില്ലെന്നാണ് പറഞ്ഞത്. മാറിക്കഴിഞ്ഞപ്പോൾ ഇവരുടെ നാച്ചുറൽ, ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ ശരീരത്തിൻ്റെ പ്രകൃതി മാറാതെ പറ്റില്ല. നമുക്ക് ശ്വസിക്കാൻ ശ്വാസം കിട്ടണം, ഭക്ഷണം കഴിക്കണം. ഈ സെറ്റപ്പിൽ നിന്ന് ഇവരെ മാറ്റി ഒരു ഡിവൈൻ നേച്ചറിലേക്ക് സഭ എടുക്കപ്പെടാൻ വേണ്ടി വരുമ്പോൾ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, ജീവിച്ചിരിക്കുന്നവരായ നാം രൂപാന്തരപ്പെടും. നമ്മൾ എന്തായിട്ടാണ് രൂപാന്തരപ്പെടുന്നത്? നമ്മുടെ ശരീരമില്ലാതാവുകയില്ല, രക്തസംക്രമണം കൊണ്ട് വർക്ക് ചെയ്യുന്ന, ഹൃദയമിടിപ്പ് കൊണ്ട് വർക്ക് ചെയ്യുന്ന ശരീരത്തിൻ്റെ സ്ട്രക്ചർ മാറ്റിക്കളയും. പിന്നെ നമുക്കതില്ല. അതിന് ഉദാഹരണം കർത്താവാണ്. കർത്താവ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ വിചാരിച്ചു ഭൂതത്തെ കാണുന്നു. അപ്പോൾ കർത്താവ് പറയുന്ന മറുപടി, നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഞാൻ ഭൂതമല്ല, ഭൂതത്തിന് ശരീരവും അസ്ഥികളുമുണ്ടോ? കർത്താവ് ശരീരത്തോടും അസ്ഥികളോടും കൂടിയാണ് വന്നത്. എന്നാൽ രക്തം മുഴുവൻ സഭയെ രക്ഷിക്കേണ്ടതിന് വേണ്ടി, ലോകഭക്തൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി ചിന്തപ്പെടുന്നു. അങ്ങനെ രക്തചംക്രമണം കൊണ്ട് വർക്ക് ചെയ്യാത്ത ഒരു ശരീരം. ഇപ്പോൾ ഈ ഫാൻ ഓടിക്കൊണ്ടിരിക്കുന്നു, അതിനകത്ത് രക്തമൊന്നുമില്ല, പാറ്റയുടെ രക്തത്തിലാണെന്ന് തോന്നുന്നു, അതിൻ്റെ പച്ച കളറാന്നോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അനേക തരത്തിലുള്ള ജീവികൾ ഈ ഭൂമിയിൽ തന്നെയുണ്ട്. ഏതായാലും നമുക്ക് രൂപാന്തരപ്പെട്ട് കിട്ടുന്ന ഈ ശരീരം, മഹത്വീകരിക്കപ്പെട്ട ശരീരം, നമുക്ക് ഇഷ്ടം പോലെ അപ്രത്യക്ഷമാകാനും പ്രത്യക്ഷമാകാനും കഴിയുന്ന ശരീരം, ആ തരത്തിലുള്ള ഒരു ശരീരം കിട്ടിയെങ്കിലേ ഹാനോക്കിനും ഏലിയാവിനും ഈ ഭൂമിയുടെ ശ്വസിക്കുന്ന മണ്ഡലം വിട്ട് പുറത്തു പോകാൻ പറ്റും. അപ്പോൾ അവരങ്ങനെ പോയി, ഹാനോക്കാണെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ അവിടെ ജീവിച്ചിട്ട് തിരിച്ചിവിടെ വന്ന് മരിക്കാൻ വേണ്ടി വരുന്നു എന്ന് പറഞ്ഞത് അംഗീകരിക്കാമെങ്കിലും ഇതിലൊക്കെ വളരെ സിമ്പിളായിട്ട് എനിക്ക് തോന്നിയത്, അദ്ദേഹം പറഞ്ഞ ആ പോയിന്റുമായിട്ട് പോകും. 2 പ്രവാചകന്മാരെ ഇസ്രായേലിൽ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. 144,000 ദൈവദാസന്മാരെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്, 2 പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കുന്നു. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന, അതുകൊണ്ട് അവരെ കൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് ചിന്തിക്കുന്നത് കുറേ കൂടി യുക്തമായിട്ട് എനിക്ക് തോന്നി. 11:5-6 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ടു അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. അവർക്ക് ദോഷം വരുത്തുവാൻ ഇച്ഛിക്കുന്നവൻ ഇങ്ങനെ മരിക്കേണ്ടി വരും. അവരുടെ പ്രവചനകാലത്ത് മഴ പെയ്യാതെ വണ്ണം ആകാശം അടച്ചു കളവാൻ അവർക്ക് അധികാരമുണ്ട്. വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെയും സകല ബാധ കൊണ്ടും ഭൂമിയെ ദണ്ഡിപ്പിക്കാനും അധികാരമുണ്ട്. ഇവരുടെ പ്രവർത്തന കാലഘട്ടം 1260 വർഷം ദിവസം അല്ലെങ്കിൽ 3.5 വർഷം എന്ന് എഴുതിയിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ആരംഭം എവിടെ, അന്ത്യം എവിടെ എന്നുള്ളതിന് വ്യക്തമായ സൂചന വേദപുസ്തകത്തിൽ കൊടുത്തിട്ടില്ല. കാണുന്നിടത്ത് ഇത് തുടക്കത്തിൽ ആരംഭിക്കുന്നില്ല, അന്ത്യത്തിൽ അവസാനിക്കുന്നില്ല, ഇതിന് ഇൻബിറ്റ്വീൻ എവിടെയോ ആണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവർ പ്രവർത്തിക്കുന്നു. കാരണം 11-ാം അധ്യായത്തിലാണ്, 6, 7, 8 അധ്യായങ്ങളൊക്കെ നമ്മൾ കണ്ടു. 9-ാം അധ്യായത്തിലെ ബാധകൾ കണ്ടു. അന്നേരമൊന്നും ഇവരെ പറ്റി പറയുന്നില്ല. അപ്പം ഇങ്ങനെ വന്ന് ഈ പ്രവർത്തിക്കുന്ന ഇവർ ഇസ്രായേലിന് 10 ബാധകളെ കൊണ്ട് ഉപദ്രവിച്ചതുപോലെ ഇവർ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി നടന്ന് ദൈവശക്തിയെ പ്രകടമാക്കിക്കൊണ്ട് ഈ കാലഘട്ടത്തിൽ 3 പ്രാവശ്യമെങ്കിലും പുതിയ നിയമത്തിൽ എഴുതി വച്ചിരിക്കുന്നതാണ്, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകണമെന്ന് നിങ്ങളുടെ പിതാവ് ഇച്ഛിക്കുന്നില്ല. കർത്താവ് തന്നെ പറഞ്ഞതാണ്. അതിൻ്റെ പിന്നാലെ പത്രോസും പറയുന്നുണ്ട്, പൗലോസും പറയുന്നുണ്ട്, നോ വൺ ടു ബി ലോസ്റ്റ്. ദൈവത്തിൻ്റെ ഒരു ഡിസയറാണ്. അതിനു വേണ്ടി ദൈവത്തിന് ചെയ്യാൻ കഴിയുന്നത് മുഴുവൻ ദൈവം ചെയ്യുന്നു. എന്നാൽ ദൈവം ചെയ്തതിന് ശേഷവും ദൈവം ചെയ്തതിന് ബാക്കി നിൽക്കുന്നതിനും ചെയ്യാൻ വേണ്ടി നമുക്ക് കുറേ വർക്കുകളുണ്ട്. ഏത് കാലത്തുമുള്ള സഭയ്ക്ക് കുറേ വർക്കുകളുണ്ട്. ഇസ്രായേലിൻ്റെ കാലഘട്ടമായാലും സഭാ കാലഘട്ടമായാലും അത് മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന ഫ്രീഡമാണ്. അന്വേഷിച്ച് കണ്ടെത്തി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യാൻ തയ്യാറാവുന്ന മനുഷ്യനെയാണ് ദൈവം അന്വേഷിക്കുന്നത്. നമുക്ക് മനുഷ്യനെ സ്വന്തം ഛായയിൽ സൃഷ്ടിക്കാം. ദൈവം സ്വയം തീരുമാനിച്ച കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ ദൈവം അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാം. മൃഗങ്ങളെ കൂട്ടി വരുത്തിയിട്ട് മനുഷ്യൻ അതിന് എന്ത് പേരിടുമെന്ന് കാണാൻ ദൈവം കാത്തു നിൽക്കുന്നു. മനുഷ്യൻ അതിന് പേര് കൊടുക്കുന്നു. സിംഹം, കാള, ആന, കുതിര, പട്ടി, അവൻ പേരിട്ടത് അങ്ങനെ തന്നെയായി. ദൈവം നമുക്കൊരു സ്വാതന്ത്ര്യം നൽകുകയാണ്. ഈ സ്വാതന്ത്ര്യത്തെ നാം തന്ന ദൈവത്തോട് തിരിഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കൺട്രോളിലേക്ക് സ്വയം ഏൽപ്പിച്ച് ജീവിക്കുന്ന, നടത്തുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പിനെയാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. സൃഷ്ടിച്ച ദൈവത്തെ കൂടാതെ
ഭൂമിയിൽ സമാധാനമോ സന്തോഷമോ സാധ്യമല്ല. നമുക്ക് തന്നിരിക്കുന്ന ബുദ്ധി കൊണ്ട് നമ്മൾ കണ്ടെത്തിയ പരിജ്ഞാനം നമ്മളെ നാശത്തിലേക്ക് എത്തിച്ചിട്ടുള്ളൂ. ഞാൻ ഒരിക്കൽ ഓർമ്മിപ്പിച്ചതുപോലെ ക്യാപിറ്റലിസം, കമ്മ്യൂണിസം, സോഷ്യലിസം, ഡെമോക്രസി, റിലീജിയൻ, സയൻസ്, മെഡിസിൻ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ദാരിദ്ര്യം മാറ്റണമെങ്കിൽ ദരിദ്രനെ മാറ്റിയേ പറ്റൂ എന്നുള്ള ലോകവ്യാപകമായ അഭിപ്രായത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കാം. ആൻഡ് ദാറ്റ് ഈസ് അബ്സൊല്യൂട്ട്ലി റോങ്. പടർന്ന് പന്തലിക്കുക, ഭൂമിയെ കീഴടക്കുക എന്നാണ് കർത്താവ് പറഞ്ഞത്. ഇസ്രായേലിൽ ലോകത്തെ വെല്ലുവിളിച്ചിട്ടുണ്ട്, ഞാൻ ലോകത്തിന് ഭക്ഷണം കൊടുക്കാമെന്ന്. അത്രമാത്രം ദൈവം ഒരു അനുഗ്രഹിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ദൈവത്തോടു കൂടിയല്ലാതെ ദൈവത്തെ നമ്മൾ സ്വയം താല്പര്യത്തിൽ സമർപ്പിച്ചു കൊടുക്കുന്ന, കർത്താവെ എന്ത് ചെയ്യണം, സംസാരിക്കണമേ എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡിൽ കീഴടങ്ങി നിൽക്കുന്ന മനുഷ്യരെ ഉപയോഗിച്ചുകൊണ്ട് ദൈവം ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഭരിക്കുകയും ചെയ്യും. അതിനോട് മാറ്റമില്ല. അതിനാൽ എൻ്റെ റോള് ചെയ്തെടുക്കുക. എന്നെ രക്ഷിച്ചത് മുതൽ എന്നെ തിരിച്ചു വിളിക്കുന്നത് വരെയുള്ള കാലഘട്ടം എനിക്ക് നഷ്ടപ്പെടുത്താതെ ഉപയോഗിക്കണമെന്നൊരു കാഴ്ചപ്പാട് നിങ്ങൾ കാത്തു സൂക്ഷിക്കാമെങ്കിൽ, വേദപുസ്തകത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കാമെങ്കിൽ, അനുസരിക്കാനായിട്ട് പറയുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ അനുസരിച്ചു കൊണ്ടിരിക്കാമെങ്കിൽ, യു വിൽ ഓൾവേസ് ബി ഇൻ ദ വിൽ ആൻഡ് പ്ലാൻ ഓഫ് ഗാഡ്. നിങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതിയിലും പരിപാടികളിലുമായിരിക്കും, ആരെല്ലാം നിങ്ങളുടെ കൂടെ നിന്നാലും ഇല്ലെങ്കിൽ. ദൈവം അവർക്ക് അധികാരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്രവചന കാലത്ത് മഴ പെയ്യാതെ വേണം, ആകാശം അടച്ചു കളവാൻ അവർക്ക് അധികാരമുണ്ട്. വെള്ളത്തെ രക്തമാക്കുവാൻ, ഇച്ഛിക്കുമ്പോഴൊക്കെ സകല ബാധയെ കൊണ്ട് ഭൂമിയെ ദണ്ഡിപ്പിപ്പാൻ. ഈജിപ്തിൽ വന്ന സകല ബാധകൾ ഒരു പക്ഷേ വരാൻ വഴിയുണ്ട്. ഏതെല്ലാം ലെവലിലാണെന്ന് ഡീറ്റെയിൽ പറഞ്ഞിട്ടില്ല. ഏതായാലും ഒരു 3.5 വർഷം ഇവർ ലോകം മുഴുവൻ കറങ്ങി നടന്ന് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. മഹത്വപ്പെട്ടൊരു ശുശ്രൂഷ. നമുക്ക് മുന്നോട്ട് പോകാം. 11:7 മുതൽ അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ചു കൊന്നുകളയും. 8 അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോം എന്നും മിസ്രൈം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിൻ്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. 9 സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. അവരുടെ ശവം കല്ലറയിൽ വെപ്പാൻ സമ്മതിക്കുകയില്ല. 10 ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ഡിപ്പിച്ചതുകൊണ്ട് ഭൂവാസികൾ അവർ നിമിത്തം സന്തോഷിച്ച് ആനന്ദിക്കുകയും അന്യോന്യം സമ്മാനം കൊടുത്തയക്കുകയും ചെയ്യും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടം, ഈ പ്രവാചകന്മാരെ വരെ കൊല്ലാൻ ദൈവം വിട്ടുകൊടുക്കുന്നു. 6-ാം അധ്യായത്തിൽ വെള്ളക്കുതിരപ്പുറത്ത് കയറി വരുന്നവനെ പറ്റി നമ്മളൊരു വാക്ക് വായിച്ചായിരുന്നു. അവനൊരു കിരീടം ലഭിച്ചിരിക്കുന്നു, അവന് അധികാരം ലഭിച്ചിരിക്കുന്നു. ദൈവം പിശാചിന് കൊടുത്തിരിക്കുന്ന അധികാരത്തിൽ എൻക്രോച്ച് ചെയ്യില്ല. ദൈവവും പിശാചും തമ്മിൽ ഒരു വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ദൈവം പറഞ്ഞിരിക്കുന്ന വരകളിൽ കൂടെ അല്ലാതെ പിശാച് നടക്കില്ല. ദൈവത്തെ എതിർത്ത് പിശാച് സംസാരിക്കില്ല. പിശാച് നമ്മളെ കുത്തിത്തിരികി പൊക്കി നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കും. ഈ ആൻറ്റിക്രൈസ്റ്റ്, ക്രിസ്തു വിരോധിയും കള്ളപ്രവാചകനും ദൈവത്തിന് വിരോധമായി ഒത്തിരി സംസാരിക്കുന്നുണ്ട്. പക്ഷെ അത് പിശാചിനെ സംസാരിക്കാൻ പറയണം. പിശാചിന് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ലെന്ന് പിശാചിനറിയാം. മനസ്സിലായി? വെറും അശുദ്ധാത്മാക്കൾ കർത്താവിൻ്റെ മുമ്പ് പ്രതിഷ്ഠപ്പെട്ടു കഴിഞ്ഞപ്പോൾ അത് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഞങ്ങൾക്കറിയാം നീ ആരാണെന്ന്, സർവശക്തനായ ദൈവത്തിൻ്റെ പരിശുദ്ധൻ. സമയത്തിന് മുൻപേ ദണ്ഡിപ്പിപ്പാനോ നീ വന്നിരിക്കുന്നത്? നോക്കുക, ഈ യോബിൻ്റെ പുസ്തകത്തിൽ കടന്നു വരുമ്പോൾ ദൈവം പിശാചിനോട് സംസാരിക്കുന്ന രീതി നോക്കുക. എടാ, നീ എൻ്റെ ദാസനായ യോബിനെ കണ്ടുവോ? അവനെപ്പോലെ 1 2 3 4 4 കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവനില്ല. ദൈവം പിശാചിനെ നമ്മൾ നടക്കുന്ന സംഭാഷണം ഒന്ന് ആലോചിച്ചു. ഒരു പ്രാവശ്യം പിശാച് ഏറ്റെടുക്കുന്നു, നീ അവനെ അനുഗ്രഹിച്ചുകൊണ്ടാണെന്ന്. കർത്താവ് അതിന് പെർമിഷൻ കൊടുത്തു. 2ാമത് വീണ്ടും വന്നപ്പോൾ പറഞ്ഞത് ശരീരത്തിലൊന്ന് തൊട്ടാൽ മതി എന്ന് പറഞ്ഞു. അതിന് പെർമിഷൻ കൊടുത്തു. 3ാമത് പിശാച് വരുന്നില്ല. ദൈവം പിശാചിനെ സ്നേഹിക്കുന്നില്ല. പിശാചിന് മാനസാന്തരത്തിന് അവസരമില്ല. അതുകൊണ്ട് മനുഷ്യവർഗത്തെ ഉപയോഗിച്ചുകൊണ്ട് ദൈവം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് തെളിയിക്കുന്നൊരു പുസ്തകമാണ് യോബിൻ്റെ പുസ്തകം. യോബിൻ്റെ പുസ്തകത്തിൽ പിശാച് സ്വന്തം കഴിവുകേടുകളെ വായ കൊണ്ട് അംഗീകരിക്കുന്നൊരു പുസ്തകമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ക്രിട്ടിക്കൽ പോയിൻ്റ് അതാണ്. മനസ്സിലായി? നീ വേലി കെട്ടി വെച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി? യാക്കോബ് പുസ്തകമാണ് അതിൻ്റെ ഒരു മറുവശം പറയുന്നത്. കം നിയർ ടു ഗോഡ്, ഹി വിൽ കം നിയർ ടു യു. റെസിസ്റ്റ് ദ ഡെവിൾ, ഹി വിൽ ഫ്ലീ ഫ്രം യു. ദൈവത്തോട് അടുത്ത് വരുവിൻ, അവൻ നിങ്ങളോട് അടുത്ത് വരും. പിശാചിനെ എതിർത്ത് നിൽപ്പിൻ, അവൻ നിങ്ങളെ വിട്ടോടിപ്പോകും.
പിശാചിനെ എതിർത്ത് നിൽക്കണമെങ്കിൽ ദൈവത്തോട് അടുത്ത് നിന്നിട്ടല്ലാതെ സാധ്യമല്ല. നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് ശക്തി കൊണ്ട് പിശാച് ഇല്ലെന്ന് പറഞ്ഞാൽ പിശാചിന് സന്തോഷം. പിശാചിനെ ഞാൻ കാലുമടക്കി ഒരു തൊഴിൽ ഒഴിക്കും എന്ന് പറഞ്ഞാൽ പിശാചിന് സന്തോഷം. ഇതൊന്നും നടക്കുന്ന കാര്യമല്ലെന്ന് അവനറിയാം. മന്ത്രവാദികളെയും തന്ത്രവാദികളെയും വിളിച്ചുകൊണ്ട് വന്നാൽ പിശാച് അവിടെ ശരിക്കും ആക്ട് ചെയ്ത് കാണിച്ചു. ശമൂലിൻ്റെ കാലഘട്ടത്ത് സാവൂൾ മരിക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒരു സംഭവം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബൈബിൾ. മനസ്സിലായി? ഇങ്ങനെ തന്ത്രങ്ങൾ കൊണ്ട് മനുഷ്യനെ പറ്റിക്കാൻ കഴിയുന്ന പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമോ ദൈവത്തോടടുത്ത് നിൽക്കണം, അല്ലാതെ മറ്റൊരു വഴിയുമില്ല. മനസ്സിലായി? ഇത് പിശാചിന് കൊടുത്തിരിക്കുന്ന സമയമാണ്. അതിനകത്ത് ദൈവം എൻക്രോച്ച് ചെയ്യില്ല. മനുഷ്യന് കൊടുത്തിരിക്കുന്ന അധികാരങ്ങളുണ്ട്, പിശാചിന് കൊടുത്തിരിക്കുന്ന അധികാരങ്ങൾ. അത് ലീഗലായിട്ട്, അത് ഷോർട്ട് കട്ടിൽ തിരിച്ചു തരാമെന്ന് പറഞ്ഞാണ് പിശാച് കർത്താവിനോട് സംസാരിച്ചത്. ഈ കാണുന്നതെല്ലാം എൻ്റേതാണ്, ഞാനത് നിനക്ക് തരാം, എന്നെ ഒന്ന് കുമ്പിട്ട് ആരാധിച്ചാൽ മതി. കർത്താവ് അങ്ങനെ ഒരു കണ്ടീഷനിൽ നേടിയെടുക്കാനല്ല, അവനെ നിയമപരമായി പരാജയപ്പെടുത്തി. ആരെ തോൽപ്പിച്ചോ അവരെ കൊണ്ട് അവൻ്റെ മേൽ വിജയമെടുക്കാൻ കഴിയുന്ന 12-ാം അധ്യായത്തിൽ അവരുടെ മേൽ വാക്യം കാണിച്ചു തരാം. കുഞ്ഞാടിൻ്റെ രക്തത്താലും ഈ സാക്ഷ്യവചനത്താലും അവർ അവനെ ജയിച്ചു. അങ്ങനൊരു കാഴ്ചപ്പാടിലേക്ക്. അപ്പം സത്യം അറിഞ്ഞിട്ട് സത്യത്തിൻ്റെ പുറത്ത് നമ്മൾ ആക്റ്റീവ് ആകുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനം എന്നിലൂടെ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തന മണ്ഡലമാണ് ഇന്നത്തെ വിശ്വാസ ജീവിതം. സൗരങ്ങളെ, അതിനകത്ത് വേറെ ഷോർട്ട് കട്ടുകളില്ല, അതിനകത്ത് വേറെ രഹസ്യങ്ങളില്ല. നമ്മൾ രക്ഷിക്കപ്പെട്ട് വരുമ്പോൾ ദൈവത്തോട് കൂടെ നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചോളാമെങ്കിൽ നമ്മുടെ ജീവിതം മറ്റിടത്ത് എന്തെല്ലാം സംഭവിച്ചാലും, കൊറോണയും വാക്സിനും എന്തെല്ലാം വന്നാലും നമുക്ക് നമ്മുടെ വഴികളിലൂടെ മുന്നോട്ട് പോകാൻ പറ്റും. ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ചു കൊന്നുകളയും. അത്ഭുതങ്ങൾ ചെയ്തവരാ. മനസ്സിലായി? ആ വർഗത്തെ, അന്ന് ഭൂമിയിൽ താമസിക്കുന്ന മനുഷ്യവർഗത്തിൽ വിശുദ്ധന്മാരെ ദണ്ഡിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലാണ് അന്നത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരും. അങ്ങനെയാണ് രക്തസാക്ഷികളുടെ കാലഘട്ടം. ഒരിടത്ത് വരുന്നുണ്ട്, ഇന്ന് മുതൽ ക്രിസ്തുവിൽ മരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. മരണത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. ഇന്ന് വിശ്വാസത്താൽ രക്ഷിക്കപ്പെടാമെങ്കിൽ അന്നും രക്ഷിക്കപ്പെടാം. യേശു ക്രിസ്തുവിലൂടെയാണ് രക്ഷ. എന്നാൽ വിശ്വസിച്ചാൽ തേടി പിടിച്ച് കഴുത്ത് വെട്ടുന്നൊരു കാലഘട്ടം. കഴുത്ത് വെട്ടാനായിട്ട് നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് ഒളിച്ചു നിന്നാൽ പോലും തേടി പിടിച്ച് കണ്ടെത്തും. അതുപോലൊരു കാലഘട്ടം. കാരണം പിശാചിന് ദൈവം കൊടുത്തിരിക്കുന്നതാണ്. പടവെട്ടി അവരോട് ജയിച്ചു. ആഴത്തിൽ നിന്ന് കയറി വന്ന ബീസ്റ്റ് ഔട്ട് ഓഫ് ദ ബോട്ടംലെസ് പിറ്റ് എന്നാണ് ഇംഗ്ലീഷ് എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സൊദോമെന്നും മിസ്രയീമെന്നും പേരുള്ളതുമായ മഹാനഗരത്തിൻ്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. ജെറുസലേം എന്ന് വേണം അതിനെപ്പറ്റി ന്യായമായി ചിന്തിക്കാൻ. സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. അവരുടെ ശവം കല്ലറയിൽ വെപ്പാൻ സമ്മതിക്കില്ല. ഈ സാക്ഷികൾ രണ്ടുപേരും ഇങ്ങനെ വായിൽ നിന്ന് തീ പുറപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ആൾക്കാർക്ക് ഒത്തിരി ശല്യം ഉണ്ടായിരുന്നു. മനസ്സിലായി? അന്നും ഒത്തിരി പേര് മാനസാന്തരപ്പെടാത്തതുകൊണ്ട് നമ്മൾ കണ്ടു 10-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ ഒക്കെ ഇങ്ങനെ ഇത്രയെല്ലാം ചെയ്തിട്ടും മന്ത്രവാദവും തന്ത്രങ്ങളും വിഗ്രഹാരാധനയും ഒക്കെ ആയിട്ട് മനുഷ്യൻ പോകുന്നു, മാനസാന്തരപ്പെടാൻ തയ്യാറായില്ല. പിശാചിൻ്റെ പക്ഷം ചേർന്നാൽ മാനസാന്തരത്തിന് മനസ്സില്ലാതെ പോകുന്ന ഒരു കാലഘട്ടം വരും. ആൻറ്റിക്രൈസ്റ്റിൻ്റെ 666 നമ്പറുടെ മുദ്ര എടുത്താൽ റിപ്പൻറ്റൻസ് ഈസ് ഇംപോസിബിൾ, അസാധ്യമാണ്. പിന്നെ ഒരു രക്ഷയില്ല. ചില ചിത്രങ്ങളൊക്കെ ഇറങ്ങിയായിരുന്നു വീണ്ടും രക്ഷപ്പെടാൻ പറ്റുമെന്ന്. അത് 14-ാം അധ്യായത്തിൽ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറയുന്നുണ്ട്. മനസ്സിലായി? ഇനി അവർക്ക് രക്ഷയില്ല. നമ്മൾ മാനസാന്തരത്തിൻ്റെ കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. പത്രോസിന് മാനസാന്തരപ്പെടാൻ അവസരം കിട്ടി. ഞാൻ അവനെ അറിയുകയില്ലെന്ന് 3 പ്രാവശ്യം പറഞ്ഞ പത്രോസിന് മാനസാന്തരപ്പെടാൻ. എന്നാൽ യൂദായ്ക്ക് അവസരം കിട്ടിയില്ല. അവൻ ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു എന്ന് കർത്താവ് അവനെപ്പറ്റി ന്യായവിധി പറഞ്ഞു. അതുകൊണ്ട് തെറ്റ് ചെയ്യുമ്പോൾ തെറ്റിനെ പിടിച്ചുകൊണ്ടിരിക്കാൻ, തെറ്റിനെ ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു എക്സ്ക്യൂസസിലേക്ക്, വായ് കൊണ്ട് ഹൃദയം കൊണ്ടും അങ്ങനെ ചിന്തിക്കുന്നതിലേക്ക് ഒരിക്കലും കടന്നു പോകല്ലേ. നിങ്ങൾ ചെയ്തതും ഈ ഭൂമിയിലെ സർവ്വ മനുഷ്യരും ചെയ്തിരിക്കുന്നതുമായ സർവ്വ പാപത്തിൻ്റെയും ലീഗൽ കോമ്പൻസേഷൻ, റെസ്റ്റിറ്റ്യൂഷൻ കർത്താവ് കാൽവരിക്കുരിശിൽ ചെയ്തെടുത്തിരിക്കുന്നു. അതുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് വരുന്നവരെ അവൻ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിക്കുകയാണ്. ആ ഔദാര്യം കൊണ്ട് വാങ്ങിക്കല്ല, അവൻ്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിക്കുകയാണ്. അങ്ങനെ വരാൻ ഇന്നും ദൈവത്തിൻ്റെ കയ്യിൽ കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ കർത്താവ് സർവ്വലോകത്തിന് ന്യായാധിപത്യമാണ്. അവൻ സൃഷ്ടിച്ചത് അവനാണ്, രക്ഷിക്കുന്നത് അവനാണ്, ന്യായം വിധിക്കുന്നതും പ്രതിഫലം തരുന്നതും അവൻ തന്നെ. ഈ സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം നമ്മളെ പണിതുകൊണ്ടിരുന്നാൽ നമുക്ക് മുന്നോട്ട് പോകാം. കാലഘട്ടം നമുക്കൊരു വിഷയമായിരിക്കില്ല. ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ഡിപ്പിച്ചതുകൊണ്ട് ഭൂവാസികൾ നിമിത്തം, അവർ നിമിത്തം സന്തോഷിച്ച് ആനന്ദിക്കുകയും അന്യോന്യം സമ്മാനം കൊടുക്കുകയും ചെയ്യും. ഇവർ രണ്ടുപേരെ കൊല്ലപ്പെടുന്നു. മുന്നോട്ട് വന്നാൽ 11-ന്റെ 2 സാക്ഷികളുടെ അന്ത്.
അഗാധകൂപത്തിൽ നിന്ന് കടന്നു വന്ന മൃഗം വന്ന് ഇവരെ രണ്ടുപേരെയും കൊല്ലുന്നു. ഇവരുടെ ശരീരങ്ങൾ 3.5 ദിവസം ജെറുസലേമിൻ്റെ വീഥികളിൽ കിടക്കുന്നു. ലോകം മുഴുവൻ അത് കാണുന്നു. ഈ ലോകം മുഴുവൻ കാണുന്നു എന്നുള്ള കാര്യങ്ങൾ അന്ന് എഴുതി വച്ച യോഹന്നാൻ ഇങ്ങനെ ഒരു സീനറി കണ്ടു. യോഹന്നാനെ പല വീടുകൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവുക. വീടുകളിലെല്ലാം നോക്കുമ്പോൾ ആൾക്കാർ കാണുന്ന ഇതാണ്. എവിടെയോ ഒരു സ്ഥലത്ത് ഇന്ന് നമുക്കത് കൃത്യമായി മനസ്സിലാവുന്നു. അതായത് ശ്രദ്ധിക്കുക, ഇന്നത്തെ സയൻസ് വളർന്നിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ വളർച്ചയെല്ലാം മുൻകൂട്ടി അറിയുന്ന ദൈവം നടക്കാനിരിക്കുന്ന സംഭവങ്ങളെ അങ്ങനെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. മനസ്സിലായി? എന്നാൽ ചില ഭാഷകളിൽ നമ്മൾ പഴയ രീതികൾ ഉപയോഗിക്കും. ഉദാഹരണത്തിനാണ് ഞാൻ ഒരിക്കൽ ഓർമ്മിപ്പിച്ചത്, സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. അങ്ങനെ ഉദിക്കുന്നില്ല, അസ്തമിക്കുന്നില്ല. എന്നാൽ ഇന്ന് നമ്മൾ പറയുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന ഭാഷയും അങ്ങനെ തന്നെയാണ്. മനസ്സിലായി? മനുഷ്യന് മനസ്സിലാകണമല്ലോ. അല്ല, ടെക്നിക്കാലിറ്റി അല്ല. മനുഷ്യൻ സംസാരിക്കുമ്പോൾ കമ്മ്യൂണിക്കേഷന് മനസ്സിലാകുന്ന ഭാഷകൾ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആശയം, ദൈവത്തിൻ്റെ ഭാവി പരിപാടി മനുഷ്യരെ കൊണ്ട് എഴുതി വെച്ചു. അനേക മനുഷ്യരെ കൊണ്ട്, 40 ആൾക്കാരെ കൊണ്ട് എഴുതി വെച്ചു. സാധാരണ മനുഷ്യരെ കൊണ്ട്. കാരണം ഇത് വായിക്കേണ്ടത് സാധാരണ മനുഷ്യനാണ്. ഓർമ്മിക്കുക, മൂലഭാഷയിൽ നിന്ന് തർജിമ മാറ്റിക്കളഞ്ഞാൽ ഗന്ധത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകുമെന്ന് ഖുറാനെ പറ്റി മുസ്ലിം സഹോദരന്മാർ പറയാറുണ്ട്. ബൈബിളിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. അത് ആകുന്നത്ര ഭാഷകളിൽ തർജ്ജമ ചെയ്യപ്പെടട്ടെ, ആകുന്നത്ര രീതിയിൽ സർവ്വ മനുഷ്യരുടെ അടുത്തേക്ക് എത്തട്ടെ. ഇന്ന് ബൈബിൾ ട്രാൻസ്ലേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഘടനകളുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഈ സത്യം സാധാരണക്കാരായ മനുഷ്യരിലൂടെ അസാധാരണ പ്രവൃത്തികൾ ചെയ്യുന്ന ദൈവത്തിൻ്റെ ശക്തിയോട് ചേർത്ത് ലോകത്തിന് എത്തിച്ചു കൊടുക്കാൻ ദൈവം ഒരു ഉത്തരവാദിത്വം നമുക്ക് തന്നിരിക്കുക. ഈ സാക്ഷികളുടെ വായിലേക്ക് ജീവശ്വാസം കടന്നു വരുന്നു. അവർ എഴുന്നേറ്റ് നിൽക്കുന്നു. ജനം കണ്ട് സ്തംഭിച്ചു പോകുന്നു. അവർ ആകാശത്തിലേക്ക് എടുക്കപ്പെടുന്നു. വോയിസ് ഫ്രം ഹെവൻ, കം അപ്പ് ഹിയർ. ഭൂകമ്പം ഉണ്ടാകുന്നു. 7000-ൽ പരം ജനങ്ങൾ മരിക്കുന്നു. 3.5 ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്ന് അവർ കാൽ ഊന്നി നിന്നു. അവരെ കണ്ടവർ ഭയപരവശരായി തീർന്നു. 12. ഇവിടെ കയറി വരുവിൻ എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നത് കേട്ടു. അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി. അവരുടെ ശത്രുക്കൾ അവരെ നോക്കിക്കൊണ്ടിരുന്നു. 13. ആ നാഴികയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. നഗരത്തിൽ 10 ഇടിഞ്ഞു വീണു. ഭൂകമ്പത്തിൽ 7000 പേർ മരിച്ചുപോയി. ശേഷിച്ചവർ ഭയപരവശരായി സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കൊടുത്തു. 14. രണ്ടാമത്തെ കഷ്ടം കഴിഞ്ഞു. മൂന്നാമത്തെ കഷ്ടം വേഗം വരുന്നു. 3.5 ദിവസം കഴിഞ്ഞ ശേഷം ജീവശ്വാസം വന്നു നിന്നു. ഇതുപോലെ തന്നെയാണ് എസെക്കിയേലിന്റെ 37 ഈ അസ്ഥികൾ ജീവിക്കുമോ മനുഷ്യപുത്ര എന്ന് ദൈവം ചോദിക്കുന്നു. ദൈവം നീ അറിയുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നീ പ്രവചിക്കാൻ പറഞ്ഞു. കാര്യങ്ങളെ അങ്ങനെ നടത്തിക്കൊണ്ട് പോവുകയാണ്. ഇവിടെ കയറി വരുവിൻ എന്ന സ്വർഗത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നത് കേട്ടു. അവിടെ മേഘത്തിൽ 1 തെസ്സലോനിക്കർ 4:17 വായിച്ചു കഴിഞ്ഞാൽ സ്വർഗ്ഗദൂതൻ്റെ ശബ്ദത്തോടും കർത്താവിൻ്റെ ശബ്ദത്തോടും എല്ലാം കൂടി കടന്നു വരുന്നത് ദൈവിക പദ്ധതിയുണ്ട്. അങ്ങനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ആകാശത്തിലേക്ക് കടന്നു പോകുന്നത് ഏലിയായുടെ ബീങ് കോട്ടം, അഗ്നിത്തേരിലെടുക്കപ്പെടുന്നതിനോട് തുല്യമായിട്ട്. ആ നാഴികയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. നഗരത്തിൽ 10 ഇടിഞ്ഞു വീണു. ഭൂമിയിൽ ഭൂകമ്പത്തിൽ 7000 പേർ മരിച്ചുപോയി. ശേഷിച്ചവർ ഭയപരവശരായ സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കൊടുത്തു. രണ്ടാമത്തെ കഷ്ടം കഴിഞ്ഞു. 6ാമത്തെ ബാധകൾ കഴിഞ്ഞ് 7ാമത്തെ തുരഹി, ട്രംപറ്റിനോട്, കാഹളത്തോട് അടുത്ത് വരുന്നതിന് മുമ്പുള്ള സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇവർ ഈ കാലഘട്ടം പ്രവർത്തിച്ച് അവരുടെ പ്രവൃത്തി പൂർത്തിയാക്കി കൊല്ലപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കടന്നു പോകുന്നു. ഇനി ഈ കാലഘട്ടത്തെപ്പറ്റി നമുക്കൊന്ന് വിലയിരുത്തണം. ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞു നിങ്ങളോട് 10:6 നമ്മളിങ്ങനെ ഒരു വാക്യം വായിച്ചായിരുന്നു. ദൈവത്തിൻ്റെ മർമ്മം അവൻ തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ പൂർത്തിയാകുമെന്ന്. എപ്പോഴാണ്? 7ാമത്തെ ദൂതൻ ഊതുമ്പോൾ. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത് 10:6. 7ാമത്തെ ദൂതൻ ഊതുമ്പോൾ ദൈവത്തിൻ്റെ മർമ്മം അവൻ തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകും. മനസ്സിലായി? 11:15 7ാമത്തെ ദൂതൻ ഊതിയപ്പോൾ, 10:6 ഊതുമ്പോൾ, 11:15
ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ഒരു ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴും എന്ന സ്വർഗത്തിൽ നിന്നൊരു മഹാഘോഷമുണ്ടായി. ഇനി 16ഉം 17ഉം ഒന്ന് വായിച്ചു. ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴും എന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷമുണ്ടായി. 16 ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാരും കവിണ്ണു വീണ് ദൈവത്തെ നമസ്കരിച്ച് പറഞ്ഞത്. 17 സർവശക്തിയുള്ള കർത്താവായ ദൈവമേ, ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ, നീ മഹാശക്തി ധരിച്ചു വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ സംഭവത്തോട് ബന്ധപ്പെട്ട് ഞാൻ ഈ 3 സ്റ്റേറ്റ്മെൻറ്റുകൾ നിങ്ങൾ മുമ്പിൽ കാണിക്കുകയാണ്. ഒന്ന് 10:6 ഏഴാമത്തെ ദൂതൻ ദൈവത്തിൻ്റെ മർമ്മം അവൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ പൂർത്തിയാകുമെന്ന് ഏഴാമത്തെ ദൂതൻ ഊതുമ്പോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 11:15 നമ്മൾ വായിക്കുന്ന ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ സംഭവം നടക്കുക. അവിടെ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു. ഇതിൻ്റെ ഒരു ടോട്ടൽ പിക്ചർ കിട്ടണമെങ്കിൽ 12-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, അത് നമ്മൾ ഇന്ന് പഠിക്കുന്നില്ല, അടുത്ത ക്ലാസ്സിലാണ് വരുന്നത്. 12-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു, നടക്കുന്നു. ലോകരാജ്യത്വം കർത്താവിനും ക്രിസ്തുവിനും ആയിരിക്കുന്നു, രക്ഷയും ശക്തിയും രാജ്യവും തുടങ്ങിയിരിക്കുന്നു. ഈ 3ഉം ഒരേ സംഭവത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതല്ല, അപ്പോൾ സ്വർഗത്തിൽ നടക്കുന്ന ചില സംഭവങ്ങളെ പറ്റി നമുക്ക് ഇതിന്നൊരു ഏകദേശ രൂപം കിട്ടുകയാണ്. ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എടുക്കപ്പെട്ട സഭയുടെ ബേമ ജഡ്ജ്മെൻറ്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ് 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 11 വരെയുള്ള വാക്യങ്ങളിൽ സ്വർണം, വെള്ളി, വില കൂടിയ കല്ല്, തടി, പുല്ല്, വൈക്കോൽ കൊണ്ട് പ്രവർത്തിച്ചതിനെ എല്ലാം വിലയിരുത്തി അവരുടെ പ്രവർത്തന മണ്ഡലത്തെ വെളിപ്പെടുത്തി കംപ്ലൈൻറ്റുകൾ അവസാനിപ്പിച്ച് ശരീരത്തിലെ 10 വിരലുകൾ അല്ലെങ്കിൽ അംഗങ്ങളെ പോലെ, ഓർമ്മിക്കുക, ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭ എന്നൊരു പൊസിഷനിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ദൈവമക്കൾ കടന്നു വരുമ്പോൾ അവിടെ പരാതികളുണ്ടാവില്ല എന്ന് പറഞ്ഞൊരു ഏകദേശ രൂപം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ഈ വലത്തെ കൈയും ഇടത്തെ കൈയും ഇത് നമ്മൾ അനുഗ്രഹിക്കാനും ഭക്ഷണം കഴിക്കാനും ഉപയോഗിക്കുന്ന കൈയാണ്. ഇത് നമ്മൾ ടോയ്ലറ്റ് കഴുകാൻ ഉപയോഗിക്കുന്ന കൈയാണ്. എന്നാൽ ഇവർ തമ്മിൽ ഒരഭിപ്രായ വ്യത്യാസവുമില്ല. ദൈവത്തെ വിളിക്കാൻ പോകുമ്പോൾ രണ്ടുപേരും ഇങ്ങനെ കൂടി വരും. എടാ, നീ ഒരു ഷെഡ്യൂൾ കാസ്റ്റാണ്, ഭംഗിയാണ്, എന്താ പറയണ്ടേ, ടോയ്ലറ്റ് കഴുകുന്നവനാണ്, നീ എൻ്റെ അടുത്തേക്ക് വരരുതെന്ന് പറയുന്നില്ല. ഇത് ശരീരത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള ഒരു യൂണിറ്റിയാണ്. മനസ്സിലായി? അവരുടെ ഫങ്ഷനിങ് അങ്ങനെയാണ്. മനസ്സിലായി? നമ്മൾ കൈവച്ചുകൊണ്ടിരിക്കുമ്പോൾ മുകളിൽ നിന്നൊരു സാധനം വീഴുന്ന ശബ്ദം കേൾക്കുകയാണെങ്കിൽ കേൾക്കുന്നത് ചെവിയാണ്. ആ ചെവി കേട്ടത് തലച്ചോറിന് വിവരം കൊടുക്കും. തലച്ചോറ് ഈ കൈയോട് പറയും വലിച്ചു മാറ്റിക്കൊള്ളാൻ പറയും. മനസ്സിലായി? ചെവിക്കൊരാവശ്യവുമില്ല മാറ്റിയിട്ട്, ചെവിക്ക് ബുദ്ധിമുട്ടുമില്ല. എന്നാൽ തലച്ചോറിന് ഓർഡർ കൊടുത്ത് കൺട്രോൾ ചെയ്യും. എല്ലാം ഒരു ഹാർമോണിയസ് കൺട്രോളിങ്ങിലാണ്. ഇതാണ് സഭാകാലഘട്ടം കഴിഞ്ഞ് നമ്മൾ കർത്താവിനോട് കൂടെ വരുമ്പോൾ കർത്താവ് നമ്മൾ നമ്മളുടെ ബന്ധം. എന്നാൽ ഈ ചെവിക്കകത്തൊരു ഈച്ച കയറിയാലും ചെവിക്ക് വിഷമം. അപ്പം ചെവി തലയോട് പറയും, തല ഈ ചെറുവിരലിനോട് പറയും അകത്തി എന്ന ഈച്ച ഇളക്കി കളഞ്ഞത്. രണ്ടുപേർക്കും പരസ്പരം പ്രശ്നങ്ങളില്ല, എന്നാൽ രണ്ടുപേർ നിയന്ത്രണത്തിൽ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ക്ലിയറായി. മനുഷ്യരുടെ പ്രവൃത്തികളെ മുഴുവൻ വിലയിരുത്തി അവർക്ക് കാണാനും കേൾക്കാനുള്ളത് എല്ലാം കണ്ടു. ജീവിതകാലത്തിൻ്റെ മുഴുവൻ കഥകൾ ഫ്ലാഷ് ബാക്കി കൊണ്ടുവന്നു. മോശയ്ക്ക് ഉൽപ്പത്തി മുതൽ മോശയുടെ കാലഘട്ടം വരെയുള്ള പല കാര്യങ്ങൾ കർത്താവ് സീലിള 40 ദിവസം വെളിപ്പെടുത്തി കൊടുത്തതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വിശദ കാര്യങ്ങൾ, പ്രത്യേകിച്ച് രക്ഷിക്കപ്പെട്ട തുടങ്ങിയുള്ള കാര്യങ്ങൾ, നീ എന്തു ചെയ്തു, എന്ത് ചെയ്തില്ല, നിനക്ക് എന്ത് കിട്ടാമായിരുന്നു, ഇന്ന് എന്തെല്ലാം കിട്ടി, എന്തെല്ലാം കിട്ടേണ്ടിയിരുന്നതാണ് എന്നെല്ലാം കാണിച്ചു കൊടുക്കും. ഒരു ദേവദാസൻ്റെ ഭാഷയെ പറഞ്ഞാൽ അന്ന് ദൈവമക്കളുടെ വലിയ കരച്ചിലുണ്ടാവും. എൻ്റെ ദൈവമേ, അന്ന് എന്നോട് പറഞ്ഞത് അയലക്കത്തുള്ള അപ്പച്ചനോട് അമ്മച്ചിയോട് പോയി ഒന്ന് സുവിശേഷം പറയാം, ഞാൻ മടി പറഞ്ഞിരുന്നു, ഞാൻ എക്സ്ക്യൂസസ് പറഞ്ഞിരുന്നു, അതുകൊണ്ട് അയാൾ ഇത്ര പേര് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നോർത്ത് നമ്മൾ വിലപിക്കുന്നൊരവസ്ഥ. അതെല്ലാം മാറി ഒരു സിംഗുലർ യൂണിറ്റിയിലേക്ക് കടന്നു വരും. മനസ്സിലായി? അങ്ങനെ ഒരു സംഭവം ലോകരാജ്യത്വം കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനുമായി, അതായത് MLA-മാരും MP-മാരും എല്ലാം തിരഞ്ഞെടുത്തിരിക്കുന്നു, ഇന്ന പാർട്ടി വിജയത്തിൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞൊരു സ്റ്റെപ്പിലെത്തി.
അവൻ എന്നേക്കും വാഴും എന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷം. അങ്ങ് സെലക്ഷൻ കഴിഞ്ഞു, സെറ്റപ്പായി, വാഴും എന്നുള്ളത് ഫ്യൂച്ചറുമാണ്. സ്വർഗത്തിലുള്ള മഹാഘോഷമുണ്ട്. 12-ാം അധ്യായത്തിൽ ഞാൻ എഴുതി വച്ചിരിക്കുന്ന 12-10 നടക്കുന്നതിന് മുൻപ് പിശാചിനെ സ്വർഗത്തിൽ നിന്ന് തട്ടി താഴെയിടുന്നുണ്ട്. ഇത് 12-ാം അധ്യായത്തിന് തുടക്കവാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ് വരുന്ന ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കും. അതായത് സ്വർഗത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിശാചിന് സ്വർഗത്തിൽ ആക്സസ് ഉണ്ട്. മനുഷ്യന് വേണ്ടി കൊടുത്തിരുന്ന പ്രവർത്തന മണ്ഡലത്തെ അവൻ പിശാചിൻ്റെ വാക്ക് കേട്ട് തെറ്റിദ്ധരിച്ചതുകൊണ്ട് പിശാച് അവൻ്റെ ജീവിതത്തിൽ കടന്നു വരാനുള്ള അവകാശം കിട്ടി. പഴയ കാലത്ത് കർത്താവ് വരുമ്പോഴൊക്കെ അതിമാരകമായ പൈശാചിക പൊസിഷൻസ് നടക്കുന്നുണ്ട്. ആ കാലഘട്ടത്തെ മാറ്റി കർത്താവ് ഉദാഹരണം കാണിച്ചു കൊടുത്തു. സർവാധികാരവും എനിക്ക് ലഭിച്ചിരിക്കുന്നു, അതുകൊണ്ട് പോകുവിൻ. ഗോ, ഹീൽ ദ സിക്ക്, റൈസ് ദ ഡെഡ്, ക്ലെൻസ് ദ ലെപ്പേഴ്സ്, കാസ്റ്റ് ഔട്ട് ദ ഡെമൺസ്. 4 അപ്പോയിൻമെൻ്റാണ് 10-ാം അധ്യായത്തിൽ മത്തായി സുവിശേഷത്തിൽ അപ്പോസ്തലന്മാർക്ക് കൊടുത്തു വിടുന്നത്. അങ്ങനെ സർവ്വാധികാരം കൊടുത്തു വിടുക. എന്നിട്ടും നമ്മളത് പൂർണ്ണമായി ചെയ്യാത്തത് കൊണ്ട് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക്, അതിൻ്റെ ആക്ച്വൽ ലിറ്ററൽ കംപ്ലീഷനിലേക്ക് കർത്താവ് കൊണ്ടുവരുന്നതിൻ്റെ പടിപടിയായിട്ടുള്ള ഒന്ന് നമ്മൾ കണ്ടു. പ്രവചന രൂപത്തിൽ 10-6, 2 അതിൻ്റെ ഒരു ഭാഗികമായ ഫുൾഫിൽമെൻറ്റ്, അതിൻ്റെ ലിറ്ററലായിട്ടുള്ള അക്ഷരികമായിട്ടുള്ള ഒരു ഫുൾഫിൽമെൻ്റ് ഒരു വശം നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങി സ്വർഗത്തിൽ സർവ്വ സെറ്റപ്പ് ആയി കഴിഞ്ഞു. അങ്ങനെ 19-ാം അധ്യായത്തിലേക്ക് വരുന്നതിന് മുമ്പ് 7 കപ്പുകൾ ഒഴിക്കാനുണ്ട്. ഇതെല്ലാം കടന്നു വരുന്നതിന് മുമ്പ് അവിടെ കുറേ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് എല്ലാം പൂർത്തിയാക്കിയിട്ടാണ് റിയൽ പെർഫെക്റ്റ് റൂളിംഗ് സിസ്റ്റത്തിലേക്ക് വരുന്നത്. സാറുകളെ ഞാനിവിടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്, ദൈവം മെറ്റിക്കുലസ്ലി പ്രോഗ്രാം ചെയ്യുന്ന ആളാണ്. കൃത്യമായി കൊച്ചു കാര്യങ്ങൾക്ക്. ആ 4 ദൂതന്മാരെ യൂഫ്രട്ടീസ് നദിയിൽ ബന്ധിച്ചിട്ടിരിക്കുന്നതിനെ പറ്റി കണ്ടില്ല. വർഷം, മാസം, ദിവസം, മണിക്കൂർ എന്ന സമയത്തേക്ക് ഒരു പർട്ടിക്കുലർ മണിക്കൂർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കാം. കർത്താവിൻ്റെ സഭ എടുക്കപ്പെടുന്നതിന് ഒരു മിനിറ്റിൻ്റെ സമയം വരെ പിതാവിൻ്റെ ദൈവത്തിൻ്റെ മനസ്സിലുണ്ട്. വേറെ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. അത് ദൈവം അങ്ങനെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു കൺവിക്ഷൻ, ഉറപ്പ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ കടന്നു വരുന്ന സസ്പെൻസ് ആയിട്ടുള്ള പ്രശ്നങ്ങളെ നോക്കാം. എന്താ പിന്നെ നോക്കാം, ദൈവം എന്താ ചെയ്യാൻ പോണേ നോക്കാം എന്ന് പറയാനുള്ളൊരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്കുണ്ടാകും. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ക്രിസ്തുവിലൂടെയുള്ള ദൈവവുമായുള്ള റിലേഷൻ. ഈ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകും. ചെങ്കടൽ വരും, അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യും. ഇസ്രായേൽക്കാർ പരാതി പറഞ്ഞു, അവിടെ ശൗക്കരയില്ല ഇല്ലാഞ്ഞിട്ടാണോ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന്. മോശെ ഒരു വാക്ക് പറഞ്ഞു, ഇന്ന് ഈ കാണുന്ന ഇസ്രായേൽ മിസ്രയീം വരെ നിങ്ങൾ ഇനി കാണുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ ദൈവത്തിൻ്റെ പക്ഷത്തേക്ക് മാറി വോട്ട് ചെയ്തു. ആ വോട്ട് ചെയ്തപ്പോൾ ദൈവം പറഞ്ഞു, നീ എന്താ എന്നോട് വിലപിക്കണേ, നിൻ്റെ വടിയെടുത്ത് പോയിട്ട്. മോശയ്ക്ക് ഒരു ചെറിയ പണി ചെയ്യാനുണ്ട്, ചെയ്യാതെ ദൈവം ആക്ടിവേറ്റ് ആവില്ല. പ്രവൃത്തി ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ദൈവം പറഞ്ഞ കാര്യങ്ങളെ കണ്ണടച്ചനുസരിച്ച് കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൽ എന്തും സംഭവിക്കട്ടെ. പൗലോസിനെ പറ്റി പ്രൊഫസി കിട്ടി, ഈ ബെൽറ്റിൻ്റെ ഉടമസ്ഥനെ ഇതുപോലെ ബന്ധിയാക്കി കൊണ്ടുപോകും. പൗലോസ് പറഞ്ഞ പ്രവചനമൊക്കെ അവിടെ ഇരിക്കട്ടെ, ഞാൻ എൻ്റെ പണിക്ക് മുന്നോട്ട് തന്നെ പോകും. പോയി 3-ാമത്തെ ട്രിപ്പിന്, മിഷണറി ട്രിപ്പിന് ഒറ്റ പോക്ക് പോയി ജെറൂസലേമിൽ നിന്ന് റോം വരെ പോയി അവിടെ വെച്ച് വധിക്കപ്പെട്ട് പൗലോസ് മാറ്റപ്പെടുന്നു. ഈ രീതിയിൽ ദൈവിക പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നിറവേറുന്നതിന് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെല്ലാം അതിൻ്റേതായ പദവികളിൽ ഉപയോഗിക്കപ്പെടട്ടെ. ഇത് ദൈവവചനാടിസ്ഥാനത്തിൽ ബുദ്ധിപൂർവ്വം പരിശോധിച്ചുകൊണ്ട് നിങ്ങൾക്ക് പോകാമെങ്കിൽ സൗകര്യങ്ങളെ, ഐ ക്യാൻ ജസ്റ്റ് ടെൽ യു, ക്രിസ്ത്യൻ ലൈഫ് ഇസ് എ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ്. വിജയകരമായ ജീവിതമാണ്. 7 സഭകളോടും കർത്താവ് പറയുന്ന, ജയിക്കുന്നവൻ എൻ്റെ കൂടെ വാഴും, ജയിക്കുന്നവൻ മന്ന ഭക്ഷിക്കും. ജയിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാ, തോക്കാൻ വേണ്ടിയിട്ടല്ല. ദൈവപുത്രൻ പ്രത്യക്ഷനായത് പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാനത്രേ. The Son of God appeared to destroy the works of the devil. ഏറ്റെടുത്ത് പറയണം, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ മിനിസ്ട്രിയിൽ, എൻ്റെ കുടുംബത്തിൽ പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഒരു ദിവസം രാവിലെ അങ്ങ് പറഞ്ഞാൽ ദൈവം പറയും, ഇന്നത്തെ നിൻ്റെ കവറിങ്ങായി. ഇസ്രായേലിൻ്റെ മുകളിലൊരു അയൺ ഡോമുണ്ട്. ഏത് മിസൈല് വെളിയിൽ നിന്ന് വന്നാലും അതിനകത്തേക്ക് വല്ലത് അതിൻ്റെ പുറത്ത് വെച്ച് പൊട്ടിപ്പോകും എന്ന് പറഞ്ഞ മാതിരി നമ്മൾ ദൈവത്തിൻ്റെ ജീവിതമുള്ള പ്രസ്താവനകൾ രാവിലെ ഏറ്റെടുത്ത് പറഞ്ഞ് ദൈവവുമായിട്ട് അല്പം സമയം ചിലവഴിച്ച് 15 മിനിറ്റോ 1/2 മണിക്കൂറോ 1 മണിക്കൂറോ നിങ്ങളുടെ മനസ്സിന് സമാധാനം കിട്ടുന്നവർ പുറപ്പെട്ടാൽ ആ ദിവസം, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ തുടർന്നെല്ലാം പോന്ന ആ ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിനെ തടയാനുള്ള ശക്തി കടന്നു വരികയില്ല. ഇതാണ് ദൈവമായിട്ട് കം നിയർ ടു ഗോഡ്. ദൈവത്തോട് അടുത്ത് വരുവൻ, അവൻ നിങ്ങളോട് അടുത്ത് വരും. അപ്പോൾ പിശാചിനെ എതിർത്ത് വിടാൻ നിങ്ങൾ വിട്ടോളി. ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന നമ്മൾ 16-ാം വാക്യത്തിലേക്ക്
ഇരിക്കുന്ന 24 മൂപ്പന്മാരും കവിണ്ണ് വീണ് ദൈവത്തെ നമസ്കരിച്ചു പറഞ്ഞത്, സർവശക്തിയുള്ള കർത്താവായ ദൈവമേ, ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവൻ ഈ മഹാശക്തി ധരിച്ചു വാഴുകയാൽ നിങ്ങൾ തന്നെ സ്തുതിക്കുന്നു. ഇങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങളെപ്പറ്റി അവിടെ ഇരിക്കുന്ന മൂപ്പന്മാരും മറ്റുള്ളവരെല്ലാം വിളിച്ചു പറയുന്ന ഒരു സിറ്റുവേഷൻ. 11-ന്റെ 18-19 നമുക്കൊന്ന് വായിക്കാം. 18 ജാതികൾ കോപിച്ചു, നിന്റെ കോപവും വന്നു. മരിച്ചവരെ ന്യായം വിധിപ്പാനും നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായി നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുപ്പാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിപ്പാനും ഉള്ള കാലവും വന്നു. 19 അപ്പോൾ സ്വർഗത്തിലെ ദേവാലയം തുറന്നു, അവൻ്റെ നിയമപെട്ടകം അവൻ്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. നമ്മൾ ഏകദേശം അവസാന ഭാഗത്തേക്ക് വന്നു. ഇതിൽ ഈ 18-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ജാതികൾ കോപിച്ചു, നിന്റെ കോപം വന്നു. ഇവിടെ ഭൂമിയിൽ ഭയങ്കര കോപമാണ്, മനസ്സിലായോ? ഇന്ന് എല്ലാ ഗവൺമെൻറ്റുകളും നോർത്ത് കൊറിയയൊക്കെ എടുത്ത് നോക്കിയാൽ മതി, എന്താ അവിടെ നടക്കുന്നത്. അവിടുത്തെ അധികാരികൾ സ്വർണ്ണ തേരിലും ജീവിക്കുന്നു. സാധാരണ മനുഷ്യർക്ക് കഴിക്കാൻ ഭക്ഷണമില്ല, പട്ടിണി കിടന്ന് മരിക്കുക മനുഷ്യൻ. ജാതികൾ കോപിച്ചു, നിന്റെ കോപവും വന്നു. മരിച്ചവരെ ന്യായം വിധിപ്പാനും നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവർക്കും വലിയവരുമായി നിന്റെ ഭക്തന്മാർക്ക് പ്രതിഫലം കൊടുപ്പാനും ഭൂമിയെ നശിപ്പിക്കുവാനും ഉള്ള കാലം വന്നു. ആ വാക്യം എഴുതി വെച്ചേക്കുണ്ടോ? പ്രതിഫലം കൊടുപ്പാനും ഭൂമിയെ നശിപ്പിപ്പാനുള്ള കാലവും വന്നു. അതായത് സ്വർഗത്തിൽ വെച്ച് പൊസിഷൻ ഡിസ്കസ് ചെയ്ത ശേഷം ഭൂമിയിലേക്ക് വന്ന് നമ്മളെ മാഴാൻ വേണ്ടി വരുവാണ്. 10 പട്ടണത്തിൻ്റെ അധിപനായിരിക്കുക, 5 പട്ടണത്തിൻ്റെ അധിപനായിരിക്കുക എന്ന് പറഞ്ഞ് പ്രവർത്തിച്ചവർക്ക് മത്തായി 25 പറയുന്നുണ്ട്, എൻ്റെ പിതാവിനാൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യത്തിലേക്ക് കടന്നു വരുവൻ. പ്രതിഫലം കൊടുപ്പാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പാനുള്ളൊരു കാലഘട്ടം ഈ ട്രിബുലേഷൻ്റെ സെക്കൻഡ് ഭാഗത്തിൽ നമ്മൾ കാണുന്നതാണ്. ഒരു കണക്കിന് നല്ലൊരു അർത്ഥപൂർണമായ പാട്ട്. അപ്പോൾ സ്വർഗത്തിലെ ദേവാലയം തുറന്നു. ഇനി അടുത്ത കുറച്ച് മിനിറ്റ് കൊണ്ട് ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത് ഇത് മാത്രമാണ്. അപ്പോൾ സ്വർഗത്തിലെ ദേവാലയം തുറന്നു, അവൻ്റെ നിയമപെട്ടകം അവൻ്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. അവൻ്റെ നിയമപെട്ടകം സ്വർഗത്തിലെ ആലയത്തിൽ പ്രത്യക്ഷമായി. ഇതിനെപ്പറ്റി അല്പം ചില ന്യൂസുകൾ മാത്രം നിങ്ങളുടെ അടുത്ത് തന്നുകൊണ്ട് ഞാൻ ഈ വിഷയം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നിയമപെട്ടകം എന്ന് പറയുന്ന സാധനം ഇതാണ്. മോശ അതുണ്ടാക്കിയപ്പോൾ, മോശയുടെ കാലഘട്ടത്തിൽ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് 10 കൽപ്പനകളുടെ പലകയുണ്ട്, 6 തളുത്ത വേടുണ്ട്, 6 മണ്ണ ഇട്ട് വെച്ചിരിക്കുന്ന പാത്രമുണ്ട്. ഇത് 3 കൂടെ വെച്ച് ഈ മോളിൽ ദയാസനത്തിന് ഒരു സ്വർണ്ണപ്പലകയാണ്, അതിൻ്റെ കീഴിലുള്ള ബോക്സിനകത്തിനകത്ത് വെച്ചിരിക്കണം. അത് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കെരൂബുകളുടെ മധ്യത്തിൽ യഹോവയാം ദൈവം പ്രത്യക്ഷപ്പെട്ട് മോശയുടെ കാലഘട്ടം മുതൽ ഇത് മാറ്റപ്പെട്ട് ദേവാലയത്തിൽ നിന്ന് മഹത്വം നഷ്ടപ്പെട്ടു പോകുന്ന AD 556 BC 556 നെബൂഖദ്നേസർ അറ്റാക്ക് ചെയ്യുന്നവരുടെ കാലഘട്ടത്തിൽ ആ ഇത് പ്രത്യക്ഷപ്പെട്ടു സ്വർഗത്തിൽ എന്നാണ് ഇപ്പോൾ നമ്മൾ വായിച്ച വചനം. സ്വർഗത്തിലെ ദേവാലയം തുറന്നു, അവൻ്റെ നിയമപെട്ടകം അവൻ്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും കന്മഴയും ഉണ്ടായി. ഞാൻ ഈ നിയമപെട്ടകമെന്ന് മനസ്സിലാക്കുമ്പോൾ ഇത് അന്നുണ്ടാക്കിയ അതേ നിയമപെട്ടകമെന്ന് ചിന്തിക്കാൻ ചില കാരണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തിട്ട് നമ്മൾ ഇന്നത്തെ പഠിത്തം അവസാനിപ്പിക്കാം. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം നടന്ന സംഭവം സ്ഥലം ഗോൽഗൊത്തായിൽ അവൻ്റെ ഖബറിടം. ഇതിനോട് ബന്ധപ്പെട്ട് ഈ നിയമപെട്ടകത്തെ പറ്റിയിട്ട് ഒരു ദൈവദാസൻ നടത്തിയ കുറേ റിസർച്ചിൻ്റെ ഡീറ്റെയിൽസാണ് ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത്. ഒരു വീഡിയോ ക്ലിപ്പ് നമുക്കൊന്ന് കാണാം. रॉन वाइट ने अपना हाथ बढ़ाकर कहा कि ये वही स्थान है जहां पर यीशु मसीह को क्रूस पर चढ़ाया गया था, और वो अपने साथियों को साथ लेकर उस साइट पर आ गए. वहां के अधिकारियों के परमिशन के साथ उन्होंने उस साइट पर खोदने का काम स्टार्ट किया, और अपने रडार में उन्हें ये पाया कि वहां पर लगभग 18 फुट का एक बड़ी चट्टान जमीन के नीचे पाया. वे जब खोदते गए तो उनको एक गुफा जैसा कुछ दिखाई दिया, और वहाँ के कर्मचारी जो वहाँ खोदने का काम करते थे वे उस गुफा के अंदर गए, और वे डर के मारे वहाँ से भागने लगे, क्योंकि उन्होंने वहाँ जो देखा वो नज़ारा बहुत गंभीर था.
रॉन वाइट ने उन लोगों को अपने पास बुलाकर पूछा कि तुम लोग क्यों भाग रहे हो बिना पैसे लिए। तब वो इब्री कर्मचारियों ने कहा कि हमने वहां वाचा का संदूक को देखा है। तब रॉन वाइट उस गुफा के अंदर प्रवेश किया और जब उन्होंने आग उठाकर देखा तब उन्हें एक अद्भुत दृश्य दिखाई दिया और उस दृश्य को देखने के बाद वे तुरंत नीचे गिर गए। रॉन वाइट के बेटे ने बड़ी ही मुश्किल से उन्हें बाहर निकाला। अगली बार रॉन वाइट बड़ी तैयारी के साथ उस गुफा में प्रवेश किया तो उन्होंने उस गुफा के अंदर वाचा का संदूक देखा जिसके द्वारा मूसा के समय परमेश्वर इजरायलियों के बीच में अपनी उपस्थिति को प्रकट करते थे। फिर रॉन वाइट ने अपनी अनुभव शेयर करते समय बताया कि उन्होंने जब वो संदूक करीब जाकर देखा तो 4 स्वर्गदूत उस संदूक के चारों ओर खड़े देखा और उसमें से एक स्वर्गदूत रॉन वाइट से बातें करने लगे। हम 4 मूसा के समय से लेकर अब तक वाचा के संदूक की रखवाली कर रहे हैं। फिर रॉन वाइट ने ये देखा कि उस वाचा के संदूक के ऊपर डामर जैसा कुछ दिखाई दिया और रॉन वाइट ने उस डामर जैसी चीज को वहां से निकालकर रिसर्च सेंटर में ले गए। तो रिसर्च के द्वारा ये पता चला कि वो इंसान का खून है जो कई अरसा पुराना होने के कारण सूख चुका है। इस वजह से रिसर्च सेंटर वालों ने कहा हम इसके बारे में ज्यादा जानकारी नहीं दे पाएंगे क्योंकि उस खून का सारा सेल डेड हो गया होगा। मगर रॉन वाइट जो पहले मेल नर्स भी रह चुके हैं उन लोगों से रिक्वेस्ट किया कि आप लोग कृपया इस ब्लड का डीएनए पता करने की कोशिश करिए। उनकी बात मानकर उस रिसर्च सेंटर वालों ने ब्लड को 24 आवर तक सॉल्यूशन में रखा और 24 घंटे के बाद उन्होंने उस ब्लड को टेस्ट के लिए डाल दिया। जब उन्होंने उस ब्लड की जांच की तो उन्हें एक आश्चर्यजनक बात पता चली और उन्होंने रॉन वाइट को बुलाकर बताया कि ये ब्लड सेल अभी तक मरा नहीं, ये ब्लड अभी भी जिंदा है। और उन्होंने उसका डीएनए के लिए खोज किया तो वे ये बात देखकर हैरान हो गए जैसे कि एक नॉर्मल मनुष्य के डीएनए में 23 पेयर्स ऑफ क्रोमोसोम होते हैं जिनमें से 23 माता के होते हैं और 23 पिता के, मगर उस ब्लड में सिर्फ 23 ही क्रोमोसोम दिखाई दिए, जिससे रॉन वाइट को ये पता चला कि ये यीशु मसीह का खून है जो पुरुष से नहीं मगर पवित्र आत्मा से जो मरियम के कोख में पैदा हुआ। और उन्हें इस बात की पक्कीकरण करने के लिए उस वाचा के संदूक के पास फिर से गए और वो जांचने लगे कि वो खून कैसे उस वाचा के संदूक के ऊपर आया। उसी खोजबीन के दौरान उन्हें ये देखने को मिला कि जहाँ वाचा का संदूक रखा गया था उसी स्थान के ऊपर गुफा में एक दरार दिखाई दिया। उस दरार में भी वैसा ही सूखा ब्लड उन्हें देखने को मिला और मालूम हुआ कि वो ब्लड ऊपर से ही बहता आया है। इसके द्वारा उन्हें ये पता चला कि इसके ऊपर वो स्थान है जहाँ पर यीशु मसीह को क्रूस पर चढ़ाया था। और यीशु मसीह की मृत्यु के समय बाइबल में लिखी हुई उन बातों को रॉन वाइट ने याद किया कि धरती डोल गई और चट्टानें तड़क गई। ऐसा वचन मत्ती 27 के 41 में लिखा है। ये वो दरार था जो यीशु के समय में हुआ था जिसके द्वारा यीशु का लहू बहते हुए उस वाचा के संदूक के ऊपर गिर गया। और उनके हिस्टोरिकल स्टडीज के दौरान उन्हें मकाबिस के किताब से ये लिखा मिला कि यिर्मयाह नबी ने परमेश्वर का संदूक एक गुफा के अंदर छुपाया था। इस किताब को पढ़ने के बाद रॉन वाइट ने ये जाना कि ये पिता परमेश्वर की योजना हो सकती है कि यिर्मयाह नबी के द्वारा उस वाचा के संदूक को उसी गुफा में छुपाया हो जिस गुफा के ऊपर प्रभु यीशु मसीह को क्रूसीफाई किया था। वो यीशु मसीह का क्रूसीफाई का साइट था और जहाँ से प्रभु यीशु मसीह का खून बहकर उस वाचा के संदूक के ऊपर पड़ा। शायद ये पिता परमेश्वर की मर्जी थी अपने पुत्र का लहू उस वाचा के संदूक के ऊपर पड़े, जिस वाचा के संदूक के ऊपर पुराने नियम से हम जानते हैं कि महायाजक लोग जानवरों का खून लेकर वहां बलि चढ़ाते थे लोगों के पाप का क्षमा के लिए। मगर अपने पुत्र के एकमात्र बलि के द्वारा पिता परमेश्वर ने उस बहुमूल्य लहू को वाचा के संदूक के ऊपर छिड़काया, जिससे सारी मानव जाति के पापों की क्षमा का सबूत हमें मिलता है। प्रियो, ये बात रॉन वाइट सारे मसीहों को बता नहीं पाए, उनका देहांत हो गया। मगर रॉन वाइट ने जो बाइबल की खोज किया है वो सब हम उनकी वेबसाइट में देख सकते हैं। शायद हमें इसका पक्का सबूत ना भी मिले, मगर मैं एक बात जरूर विश्वास करती हूँ और आप लोगों को ये बताना चाहती हूँ कि हमारे प्रभु यीशु मसीह का लहू आज भी जीवित है, क्योंकि इब्रानियों की पत्री में लिखा है, नई वाचा के मध्यस्थ यीशु और छिड़काव के उस लहू के पास आए हो
जो हाबिल के लहू से भी उत्तम बातें करता है। हाँ मेरे प्रियो, हमारे प्रभु यीशु मसीह का लहू हाबिल के लहू से भी उत्तम बातें करने वाला है, जो आज भी जिंदा है। और उसी लहू आपको और आपके घर वाले को इस महामारी के बीच में रक्षा। നമ്മൾ ഇതിനെപ്പറ്റി ഒരു 2 വാക്ക് പറഞ്ഞ് ഞാൻ ഇന്നത്തെ വിഷയങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാം. ഇപ്പം നമ്മൾ കണ്ടത് 1980കളിൽ നടന്ന കുറേ റിസർച്ച് കാര്യങ്ങളിൽ നിന്ന് കിട്ടിയതും അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിച്ചിട്ട് നമുക്ക് ഇന്നത്തെ വിഷയം അവസാനിപ്പിക്കാം. കർത്താവായ യേശുവിനെ ഒരു ഉയർന്ന തലത്തിൽ ഇങ്ങനെ ഒരു ക്രൂസിൽ സ്ഥാപിച്ചു. അന്നത്തെ പതിവനുസരിച്ച് നേതാവായിരിക്കുന്ന ആൾ 2 കള്ളന്മാർ ഈ 2 ഇവിടെയും സ്ഥാപിക്കുന്നു. ജോൺ 19:3 ബട്ട് വൺ ഓഫ് ദ സോൾജർ, എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവൻ്റെ വിലാപ്പുറത്ത് കുത്തി, ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. ആ പുറപ്പെട്ട രക്തം ഈ ഭൂകമ്പം ഉണ്ടായപ്പോൾ പൊട്ടിയ പാറകളുടെ ഇടയിലൂടെ ആദ്യം കർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന് താഴേക്ക് വീഴുന്നു. ആ വീഴുന്നത് ഈ വിള്ളലുകളിലൂടെ ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു, നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാർ പലരും ഇതിലൂടെ താഴേക്കെത്തി. ഈ വാഗ്ദത്ത പേടകം വെച്ചിരുന്നതിൻ്റെ യേശുവിൻ്റെ രക്തം വാഗ്ദത്ത പേടകത്തിന് വീണു എന്നുള്ളതാണ് ഇവിടെ ഇദ്ദേഹം, ഈ റോൺ വൈറ്റ് എന്ന് പറയുന്ന ദൈവദാസൻ കുറേ വർഷങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടാക്കിയെടുത്ത്. അതിനെപ്പറ്റി എഴുതിയിരിക്കുന്ന ഒരു വലിയ പുസ്തകമുണ്ട്, നമ്മുടെ ഫുൾ ബൈബിളിനേക്കാളും വലിയൊരു പുസ്തകം. ആ പുസ്തകത്തിൻ്റെ ബാക്ക് സൈഡാണിത്. സംഭവം ഇത്രയേ ഉള്ളൂ. ഇവിടുന്ന് ഈ രക്തം വീണ് ഈ മഹാപുരോഹിതൻ വർഷത്തൊരിക്കൽ കടന്ന് എന്ന് മൃഗരക്തം തളിച്ചിരുന്ന അതേ വാഗ്ദത്ത പേടകത്തിൻ്റെ കൃപാസനത്തിൽ മേൽ ഈ രക്തം വീണിരിക്കുന്നു. ഒറിജിനൽ രക്തം 20 അടി താഴ്ചയുള്ള താഴെയുള്ള ഒരു ഗ്രൂപ്പ്. ഇതാണ് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഇത് നെഹമ്യയുടെ കാലത്ത് മാറ്റിവെച്ചു. ഇങ്ങനെ ഇതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ കാണിക്കുന്ന ഒരു പുസ്തകമാണിത്. ഈ പുസ്തകത്തിൻ്റെ ഫ്രണ്ട് സൈഡാണിത്. റോൺ വൈറ്റിൻ്റെ പുരാവസ്തു ഗവേഷണ ആർക്ക് ഓഫ് ദ കവനൻ്റ് എന്ന് പറഞ്ഞ് ജോനാഥൻ ഗ്രേ എന്ന് പറഞ്ഞ ഒരാൾ, ഇത് വിശ്വസിക്കാതിരുന്ന ഒരാൾ വീണ്ടും അതിനെ റിസർച്ച് നടത്തി എഴുതിയുണ്ടാക്കിയതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസാണ് ഇത്. 800 years the Ark of the Covenant was most sacred object in the world. 586 അപ്രത്യക്ഷമായ 2500 വർഷങ്ങൾക്ക് ശേഷം അമേരിക്കൻ അമേച്വർ ആർക്കിയോളജിസ്റ്റ് റോൺ വയത്ത് ക്ലെയിംഡ് ഹി ഹാവ് ഫൗണ്ട് ഇറ്റ്. 10ഉം 11ഉം അധ്യായങ്ങളിൽ 10ാം അധ്യായത്തിൽ കടന്നു വരുന്ന സ്വർഗ്ഗദൂതൻ്റെ കാര്യം നമ്മൾ കണ്ടു. 11ാം അധ്യായത്തിൽ ഈ പ്രവർത്തിക്കുന്ന 2 സാക്ഷികളുടെ കാര്യമുണ്ട്. അവർ വരുന്നു, പ്രവർത്തിക്കുന്നു. പ്രവർത്തന ദിവസം തികഞ്ഞ ശേഷം കിടക്കുന്നു, ഡെഡ് ബോഡി കിടക്കുന്നു, ഉയർത്തെഴുന്നേറ്റ് പോകുന്നു. ജനങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. അപ്പം ഏത് വിധേനയും കുറേ ആൾക്കാരെ രക്ഷിക്കാൻ ദൈവം പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. നമ്മളോട് ഇന്ന് ദൈവം ചോദിക്കുന്ന കാര്യം ഇതാണ്: സത്യങ്ങളെ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ അറിയുവാൻ വരം ലഭിച്ചിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, കർത്താവിൻ്റെ വരവെന്ന് പറഞ്ഞ് നാം കാത്തു നിൽക്കുന്ന ക്രിട്ടിക്കൽ സംഭവം, എ ഫ്യൂച്ചർ സ്ട്രൈക്കിംഗ് ഇൻസിഡൻറ്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ്, അത് വിശ്വസിക്കാത്ത ബുദ്ധിമാന്മാരുടെ പട്ടിക നിലനിൽക്കുന്നിടത്താണ് ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നത്. സ്വർഗ്ഗരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ ഗ്രഹിക്കാൻ വരം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് നമ്മൾ വേദപുസ്തകത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി കാര്യങ്ങളെ മനസ്സിലാക്കി. ഈ റോൺ വൈറ്റ് ഒത്തിരി പ്രവർത്തിച്ചു എന്ന് കിട്ടിയ ഒരു കാര്യമായത്, ഒരു ഹിസ്റ്റോറിക്കൽ ഫാക്റ്റായത് വരെ ബൈബിളിൽ എഴുതിയിരിക്കുന്ന റെവലേഷനൊന്നും അല്ലത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെ മനസ്സിലാക്കി വേദപുസ്തകത്തിൻ്റെ ആധികാരികതയെ മനുഷ്യമക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്ത് എന്തുകൊണ്ട് നിങ്ങൾ രക്ഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു, എന്തുകൊണ്ട് ക്രിസ്തുവല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് പറയുന്ന ദൈവിക പദ്ധതി, വരാനിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ ഫ്യൂച്ചർ ഹിസ്റ്ററി, ഇതെല്ലാം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണാസമ്പന്നനായ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവമേ, അങ്ങ് വലിയവനാണ്, പരിശുദ്ധനാണ്, കരുണാസമ്പന്നനാണ്, സർവശക്തനാണ്. അങ്ങനെ ആശ്രയം വയ്ക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ചു പോയിട്ടില്ല. അങ്ങേക്ക് വേണ്ടി ദാനനിയെപ്പോലെ മൊർദെഖായിയെപ്പോലെ പിടിവാശി പിടിച്ചവർ അങ്ങ് ഉപയോഗിച്ച വഴികളിലൂടെ ചരിത്രം തിരുത്തി എഴുതുന്നവരായി മാറിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ, ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ ദൈവകൃപ ഞങ്ങളിലൂടെ വ്യാപരിക്കുവാൻ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുകയാണ്, സമർപ്പിക്കുകയാണ്. ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിനായി, മരിക്കുന്നെങ്കിൽ ക്രിസ്തുവിനായി. ഈ ഒരു സമർപ്പണത്തിലേക്ക് ഞങ്ങളെ എത്തിക്കണമേ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, അതുകൊണ്ട് ഞങ്ങൾക്ക് ജീവൻ കിട്ടി. ഞങ്ങളുടെ ശേഷമുള്ള ജീവിതം അങ്ങേക്ക് വേണ്ടി മാത്രമായിരിക്കട്ടെ. അതിനായി ഞങ്ങളെ സഹായിക്കണം, അനുഗ്രഹിക്കണം, വഴി നടത്തണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, സ്നേഹവാനായ പിതാവേ. ആമേൻ.